കൊറോണ വല്ലാതെ പീക്കിൽ നിൽക്കുമ്പോൾ കുറേയധികം ആളുകൾ മരണപ്പെട്ടു പോയില്ലേ. ആ ഒരു ഡെഡ് ബോഡികൾ ദഹിപ്പിക്കുമ്പോൾ അതിനിടയിൽ ഒരു കൊലയാളി അവൻ കൊലപ്പെടുത്തിയ ഒരു ബോഡി കൊണ്ടുവന്നിടുകയാണ്. പിന്നീടാണ് ഓരോ മർഡർ അല്ല 2 മർഡർ നടന്നിട്ടുണ്ട്. അതിന്റെ പിന്നിലെ രഹസ്യങ്ങൾ എന്താണെന്ന് നമ്മുടെ നായിക പോലീസുകാരി കണ്ടെത്തുന്ന വേറെ ലെവൽ ട്വിസ്റ്റുകളുള്ള അടിപൊളിയൊരു ഇൻവെസ്റ്റിഗേഷൻ മൂവിയാണിത്. അപ്പോൾ കഥയെക്കുറിച്ച് അധികമൊന്നും പറഞ്ഞിട്ട് നിങ്ങളുടെ ഇൻട്രസ്റ്റ് ഞാൻ കളയുന്നില്ല. പിന്നെ എന്റെ എല്ലാ ചങ്കൂട്ടാരും എനിക്കൊരു മോട്ടിവേഷൻ വേണ്ടിയിട്ട് കഥയുടെ ആരംഭത്തിൽ തന്നെ എനിക്കൊരു ലൈക്ക് തരില്ലേ. കഥ കണ്ടു കഴിഞ്ഞ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ മാത്രം ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ മതി. ഇനി നമുക്ക് കഥ ആരംഭിക്കാം. ഈ കഥ ആരംഭിക്കുന്നത് കൊറോണ വല്ലാതെ കൂടിയിട്ടുണ്ടായിരുന്ന ആ ഒരു സമയത്താണ്. ശരിക്ക് നമുക്ക് ഓക്സിജൻ പോലും കിട്ടാതെ കുറേയധികം ആളുകൾ മരണപ്പെട്ടു പോയില്ലേ. അങ്ങനെ മുംബൈ സിറ്റിയിലെ മരണപ്പെട്ടു പോയ കുറെ ആളുകളുടെ ശവശരീരങ്ങളെ ദഹിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ ഒരു ഏരിയയുടെ കുറച്ചകലെ ഒരു പാലത്തിന് മുകളിലൂടെ ഒരു കാറ് വരുന്നുണ്ട്. ആ കാറ് നിർത്തിയിട്ട് മുഖം മൂടിക്കെട്ടിയ ഏതോ ഒരുത്തൻ ആ കാറിൽ നിന്ന് ഒരു ഡെഡ് ബോഡി എടുത്ത് താഴെ വെള്ളത്തിലേക്ക് ഇട്ടിട്ട് പോവാണ്. ആ ഒരു കാഴ്ച ഓൾറെഡി ശവശരീരം ദഹിപ്പിച്ചുകൊണ്ടിരുന്ന 2 ആളുകൾ കാണുകയും ചെയ്തിട്ടുണ്ട്. അല്ല ഏതവനാടാ അത് സ്വന്തം ഇഷ്ടപ്രകാരം വന്നിട്ട് ഒന്നും പറയാതെ ബോഡി വലിച്ചെറിഞ്ഞിട്ട് പോയെ. അടുത്ത സീനിൽ നമ്മൾ കാണുന്നത് നമ്മുടെ ഈ കഥയിലെ ഹീറോനെയാണ്. ഹീറോയിൻ ഒരു പോലീസ് ഇൻസ്പെക്ടറാണ്. ഒരു മുത്തശ്ശി ആണെങ്കിൽ കൊറോണ ടൈമിലും മാസ്ക് ഒന്നും ഇടാതെ പുറത്ത് ചുറ്റിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് കണ്ട പബ്ലിക് പോലീസിനെ വിളിച്ചു പറഞ്ഞിട്ട് അവരോട് കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കാൻ ഹീറോയിനും ടീം വന്നതാണ്. എന്നാൽ എന്തൊക്കെ പറഞ്ഞിട്ടും ആ ഒരു മുത്തശ്ശി കേൾക്കുന്നില്ല. ദേഷ്യത്തിൽ മുത്തശ്ശി പറയുന്നത് എന്റെ അരികിലേക്ക് ആരെങ്കിലും വന്നാല് അവന്റെ മുഖത്ത് ഞാൻ തുപ്പുകയും ചെയ്യും, നിങ്ങൾക്ക് എല്ലാവർക്കും കൊറോണ ഞാൻ തരുകയും ചെയ്യും, ഞാനിനി പുറത്തിറങ്ങാതെ എന്റെ വീട്ടിൽ ക്വാറന്റൈൻ ഇരുന്നോളാം. എന്നാൽ ഹീറോയിൻ അതൊന്നും ശരിയല്ല അമ്മേ, നിങ്ങൾക്ക് നല്ലോണം ബാധിച്ചിട്ടുണ്ട്. എന്നാൽ എത്ര പറഞ്ഞാലും നിങ്ങൾ മാസ്കും വെക്കുന്നില്ല, ക്വാറന്റൈനിൽ ഇരുന്നോളാം എന്ന് പറഞ്ഞിട്ട് നാളെ എങ്ങാനും വീട്ടിൽ നിന്ന് ഇറങ്ങിയാല് വീണ്ടും 2 ഇരട്ടി പണിയാവും. അതുകൊണ്ട് സർക്കാർ റെഡിയാക്കിയിട്ടുള്ള ക്വാറന്റൈൻ സെന്ററിൽ നമുക്ക് പോയി കിടന്നാലോ. എന്നാൽ മുത്തശ്ശി അടുക്കണ്ടേ. അപ്പോൾ മുത്തശ്ശിയെ പൊക്കിയെടുത്ത് കൊണ്ടുപോകാൻ നമ്മുടെ ഹീറോയിൻ ട്രൈ ചെയ്യുമ്പോൾ ആ ഒരു മുത്തശ്ശി ഹീറോയിന്റെ കൈ പിടിച്ച് കടിക്കുകയാണ്. അവസാനം എങ്ങനെയൊക്കെയോ ആ ഒരു മുത്തശ്ശിയെ ആംബുലൻസിൽ കയറ്റിയിട്ട് അവര് ക്വാറന്റൈൻ സെന്ററിലേക്ക് അയക്കുകയാണ്. നമ്മുടെ ഹീറോയിന്റെ കയ്യിലാണെങ്കിൽ നല്ല മുറിയും പറ്റിയിട്ടുണ്ട്. അങ്ങനെ അവിടുന്ന് ഹീറോയിൻ തിരിച്ചു പോകുമ്പോൾ ഹീറോയിൻ ഒരു കോള് വരുന്നുണ്ട്. അതായത് ഡെഡ് ബോഡികളൊക്കെ ദഹിപ്പിക്കുന്ന സ്ഥലമില്ലേ, അവിടെ വെച്ച് ഒരു ബോഡി കിട്ടിയിട്ടുണ്ട്. അപ്പൊ ഹീറോയിൻ അല്ല ആ ഒരു ബോഡി കൊറോണ ബാധിച്ച് മരണപ്പെട്ടതാ. എന്നാൽ ഇൻഫോമർ പറയുന്നുണ്ട് അങ്ങനെയല്ല, ഇതൊരു മർഡർ ആണ്. അങ്ങനെ ആ ഒരു മർഡർ സീനിലേക്ക് ഹീറോയിൻ പോകുമ്പോൾ പെട്ടെന്ന് ഹീറോയിന് തളർച്ച പോലെ സംഭവിക്കുന്നുണ്ട്. അതായത് ഹീറോയിന് ലോ ബ്ലഡ് ഷുഗർ ആണ്, ഇടക്കിടക്ക് ഷുഗർ കുറയും. അതിനു മുൻപ് ഹീറോയിൻ പോക്കറ്റിൽ നിന്ന് ഒരു മുട്ടായി എടുത്ത് കഴിച്ചിട്ട് നേരെ ആ ഒരു ബോഡി കണ്ടെത്തി എന്ന് പറയുന്ന സ്ഥലത്തേക്ക് പോകുമ്പോൾ ഓൾറെഡി അവിടെ പോലീസ് ടീം എത്തിയിട്ടുണ്ട്, അതുപോലെ ഫോറൻസിക് ടീം എത്തിയിട്ടുണ്ട്. അപ്പോഴാണ് 2 ലേഡി പോലീസേഴ്സ് അവരുടെ ഫോണിൽ ഒരു ഇൻസ്റ്റഗ്രാം റീല് കാണുന്നത്. അതായത് കുറച്ചു നേരത്തെ ഒരു മുത്തശ്ശി ഹീറോയിൻ പിടിക്കാൻ പോയില്ലേ, ആ ഒരു മുത്തശ്ശി ഹീറോയിന്റെ കൈ പിടിച്ച് കടിക്കുകയും ചെയ്തില്ലേ, ആ ഒരു വീഡിയോ ആണ്. അത് കണ്ടപ്പോൾ ചെറുതായി ദേഷ്യം വന്നിട്ട് ഹീറോയിൻ പറയുന്നുണ്ട് ഡ്യൂട്ടിക്ക് വന്നാൽ ഡ്യൂട്ടി നോക്കുക. അപ്പോഴാണ് ആ ഒരു ഡെഡ് ബോഡിയിൽ നിന്ന് എവിഡൻസ് കളക്ട് ചെയ്യുന്നത് ഹീറോയിന് പരിചയമില്ലാത്ത ഒരു ഫോറൻസിക് ഡോക്ടറാണ്. അപ്പൊ ഹീറോയിൻ ചോദിക്കുന്നുണ്ട് അല്ല നിങ്ങളേതാ. അപ്പൊ അങ്ങേര് പറയുന്നുണ്ട് ഓൾറെഡി വരാറുണ്ടായിരുന്ന ആ ഒരു ഡോക്ടറിന് കൊറോണ ബാധിച്ചിട്ട് അദ്ദേഹം ക്വാറന്റൈനിലാണ്, അതുകൊണ്ടാണ് ഞാൻ വന്നത്. എന്റെ പേര് ഗൗതം എന്നാണ്. അങ്ങനെ അവൻ കൈ കൊടുക്കാൻ നോക്കുമ്പോൾ കൈയൊന്നും വേണ്ട, നിങ്ങൾ ആ ഡെഡ് ബോഡി ഒന്ന് ചെക്ക് ചെയ്യേ. അപ്പൊ ഹീറോന് ആ ഒരു ഡെഡ് ബോഡിയിൽ നിന്ന് ഒരു പേഴ്സ് കിട്ടുന്നുണ്ട്. പേഴ്സ് ഓപ്പൺ ചെയ്ത് നോക്കുമ്പോൾ അതിൽ പൈസ അതേപോലെ ഉണ്ട്. അതായത് ഇങ്ങനെ കൊലപ്പെടുത്തിയത് പൈസക്ക് വേണ്ടിയിട്ടല്ല എന്ന് മനസ്സിലാവുന്നുണ്ട്. അപ്പൊ ആ ഒരു പേഴ്സിൽ നിന്ന് അയാളുടെ ഐഡന്റിറ്റി കാർഡ് എടുത്തു നോക്കുമ്പോൾ ഇങ്ങേരുടെ പേരാണ് ധനരാജ് പാണ്ഡെ. ഇങ്ങനെ നമുക്ക് പാണ്ഡെ എന്ന് വിളിക്കാം. അപ്പോൾ ഹീറോന്റെ അസിസ്റ്റന്റ് പറയുന്നുണ്ട് മേഡം ഇങ്ങനെ കുറിച്ച് ഞാൻ ഓൾറെഡി കേട്ടിട്ടുണ്ട്. ഇങ്ങേര് മെയിൻ ആയിട്ട് റിയൽ എസ്റ്റേറ്റ് അതുപോലെ കുറേയധികം ബിസിനസ് സംരംഭങ്ങൾ നടത്തുന്നുണ്ട്. എന്നാലും ഇങ്ങനെ ആരും കൊലപ്പെടുത്തിയിട്ടുണ്ടാവുക. അപ്പൊ ഹീറോ ചോദിക്കുന്നുണ്ട് അതവിടെ നിൽക്കട്ടെ, അല്ല ഇങ്ങരുടെ ബോഡി ആദ്യം കണ്ടതാരാ, ആരാ പോലീസ് ഇൻഫോം ചെയ്തേ. അപ്പൊ ആ ഒരു ശ്മശാനത്തിൽ ജോലി ചെയ്യുന്ന ഒരാൾ അങ്ങോട്ടേക്ക് വരികയാണ്. അപ്പൊ ഹീറോ ചോദിക്കുന്നുണ്ട് അല്ല ഈ ഒരു ബോഡി ഇങ്ങോട്ട് വലിച്ചെറിഞ്ഞിട്ട് പോയില്ലേ, അയാളെ നിങ്ങൾ കണ്ടിരുന്നോ. അയാൾ പറയുന്നുണ്ട് ടവേര പോലത്തെ ഒരു വണ്ടി കൊണ്ട് നിർത്തിയിട്ട് കറുത്ത ഡ്രസ്സും അതുപോലെ മുഖമൊക്കെ മറിച്ച ഏതോ ഒരുത്തൻ ഈ ഒരു ബോഡി വലിച്ചെറിഞ്ഞിട്ട് പോയിരുന്നു. ഞങ്ങൾ ആദ്യം കരുതിയിരുന്നത് കൊറോണ ബാധിച്ച് മരണപ്പെട്ടതായിരിക്കുന്നതാണ്. എന്നാൽ നമ്മൾ ബോഡി ചെക്ക് ചെയ്തപ്പോഴാണ് തലയിൽ വലിയ മുറിവ് കണ്ടത്. അതിൽ നിന്ന് നമുക്കൊരു കാര്യം ഉറപ്പായിട്ടുണ്ട്, ഇത് കൊറോണ വന്ന് മരണപ്പെട്ടതല്ല, ആരോ കൊലപ്പെടുത്തിയതാണ്. അതുകൊണ്ടാണ് ഉടനെ തന്നെ പോലീസ് ഇൻഫോം ചെയ്തേ. അപ്പൊ ഹീറോയിൻ നിങ്ങൾ പറയുന്നത് അയാളുടെ മുഖം ശരിക്കും കണ്ടിട്ടില്ല എന്നാ. അവര് പറയുന്നുണ്ട് മുഖം മൂടിയതുകൊണ്ട് ആളെ മനസ്സിലായിട്ടില്ല. അപ്പൊ ഹീറോയിൻ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ പോലീസ് ഒന്ന് സ്റ്റേഷനിലേക്ക് വിളിപ്പിക്കും, എന്നാൽ പേടിക്കൊന്നും വേണ്ട, ചെറിയ ചോദ്യങ്ങൾ ചോദിച്ചിട്ട് നിങ്ങളെ പറഞ്ഞയച്ചോളൂ. എന്നിട്ട് ഹീറോയിൻ നമ്മുടെ ഗൗതമിനോട് ചോദിക്കുന്നുണ്ട് അല്ല ഡോക്ടറെ ഇങ്ങനെ എപ്പോഴാ മരണപ്പെട്ടെ, ആ ഒരു ടൈം പറയാൻ പറ്റുമോ. എന്നാൽ ഗൗതം പറയുന്നുണ്ട് പോസ്റ്റ്മോർട്ടം കഴിയാതെ
അറിയാതെ ഒന്നും കൺഫേം ആയിട്ട് പറയാൻ പറ്റില്ല. അങ്ങനെ അടുത്ത സീനിൽ നമ്മുടെ ഹീറോ നേരെ സ്റ്റേഷനിലേക്ക് പോവാണ്. എന്നാൽ സ്റ്റേഷനിലുള്ള എല്ലാ പോലീസ് ഓഫീസേഴ്സും ഹീറോനെ തുറച്ചു നോക്കുന്നുണ്ട്. അപ്പൊ ഹീറോൻ എല്ലാരും എന്താ എന്നെങ്ങനെ നോക്കുന്നേ? അപ്പൊ അവര് പറയുന്നുണ്ട്, രാവിലെ കൊറോണ ബാധിച്ചൊരു മുത്തശ്ശിയെ പിടിച്ചില്ലേ, അവര് കടിക്കുകയും ചെയ്തില്ലേ, അപ്പൊ ആദ്യം പോയിട്ട് നിങ്ങൾ കൊറോണ ടെസ്റ്റ് ചെയ്യും. അങ്ങനെ ഹീറോന്റെ സീറ്റിൽ വന്നപ്പോ വീണ്ടും ഹീറോയുടെ ഷുഗർ ലോ ആവാണ്. അപ്പൊ ഒരു ചോക്ലേറ്റ് കഴിച്ചത് നോർമൽ ആക്കുന്നുണ്ട്. അതിനുള്ളിൽ കൊറോണ ടെസ്റ്റ് ചെയ്യാനുള്ള ആൾ വന്നിട്ട് ഹീറോയിന്റെ മൂക്കില് ആ ഒരു കൊറോണ ടെസ്റ്റ് ചെയ്യില്ലേ അതോട്ട് വലിക്കുമ്പോ ഹീറോന് വല്ലാതെ വേദന വന്നിട്ട് അവൻ ഒന്നാം കൊടുക്കാണ്. അയാളും സോറി മാഡം, റിസൾട്ട് വന്നാലുടനെ മാഡത്തിന്റെ നമ്പറിലേക്ക് വിളിച്ച് പറഞ്ഞോളെന്നും പറഞ്ഞിട്ട് അയാൾ അവിടെ നിന്ന് തിരിച്ചു പോവാണ്. അപ്പോഴാണ് നമ്മുടെ ഹീറോയിന്റെ ഹെഡ് ലേഡി ഓഫീസർ വിളിപ്പിക്കുന്നത്. അവരോട് ഹീറോ ചോദിക്കുന്നുണ്ട്, അല്ല എന്താ മാഡം വിളിപ്പിച്ചേ? ഒന്നുമില്ല, സോഷ്യൽ മീഡിയയിൽ ഇപ്പോ നിന്റെ വീഡിയോ ആണല്ലോ വൈറലായിക്കൊണ്ടിരിക്കുന്നത്, പ്രായമായ ഒരു ലേഡിയെ പോലും നിനക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റില്ലേ? അപ്പൊ ഹീറോയിൻ, എന്താ മാഡം ചെയ്യാ, അവരോട് ഞാൻ പറഞ്ഞിട്ട് അവര് കേൾക്കണ്ടേ, അവര് കൊറോണ പരത്താൻ പോവാണ്, മാസ്ക് ഇടൂല, വീട്ടിൽ തന്നെ ക്വാറന്റൈനിൽ കിടന്നോളെന്നൊക്കെ പറഞ്ഞാല് വേറെ നിവൃത്തി ഉണ്ടായിട്ടില്ല. ക്വാറന്റൈൻ സെന്ററിലേക്ക് കൊണ്ടുപോകാൻ നോക്കിയതാ, എന്നാൽ അതിനിടയിൽ അവര് പിടിച്ച് കടിച്ചളഞ്ഞു. ഞാനതിനൊരു തെറ്റും ചെയ്തിട്ടില്ലല്ലോ. നീ തെറ്റ് ചെയ്തെന്നല്ല ഞാൻ പറഞ്ഞേ. ഇന്നിപ്പോ സോഷ്യൽ മീഡിയയിൽ എന്താണ് വരുന്നത് അതല്ലേ ജനങ്ങൾ ഏറ്റെടുക്കുക. പ്രായമായിട്ടുള്ളൊരു മുത്തശ്ശിയോട് കരുണ പോലും പോലീസുകാർ കാണിച്ചില്ല. അങ്ങനെയൊക്കെയാണ് സോഷ്യൽ മീഡിയയിൽ വന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് നീ ഒരു കാര്യം ചെയ്തേ, ആ ഒരു മുത്തശ്ശിയുടെ ഫാമിലിയോട് മാപ്പ് ചോദിച്ചുകൊണ്ട് ഒരു പോസ്റ്റ് ഇടുവോ അല്ലെങ്കിൽ ഒരു അപ്പോളജി ലെറ്റർ അയക്കുകയോ ചെയ്തേ. എന്നിട്ട് ലേഡി ഓഫീസർ ചോദിക്കുന്നുണ്ട്, കുറച്ചു നേരത്തൊരു മർഡർ നീ അന്വേഷിക്കാൻ പോയില്ലേ, അതിന്റെ ഡീറ്റെയിൽസ് എന്തായി? അപ്പൊ ഹീറോയിൻ, കൊല്ലപ്പെട്ടത് ദിനേശ് പാണ്ഡെ എന്നൊരു ബിസിനസ്സുകാരനാണ്. എന്നാൽ മരണകാരണോ കൂടുതൽ എവിഡൻസോ ഒന്നും ഇതുവരെ കളക്ട് ചെയ്യാൻ പറ്റിയിട്ടില്ല. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നാലേ എന്തെങ്കിലും ക്ലൂ കിട്ടുള്ളൂ. അപ്പോൾ ലേഡി ഓഫീസർ പറയുന്നുണ്ട്, അല്ല നിനക്ക് ഈ കേസ് അന്വേഷിച്ച് തെളിയിക്കാൻ പറ്റുന്ന ഉറപ്പാ? അങ്ങനെ ഉറപ്പുണ്ടെങ്കിൽ മാത്രം ഈ കേസ് എടുത്താൽ മതി, ഇല്ലെങ്കിൽ വേറെ ഓഫീസറിന് ഞാൻ ഈ കേസ് ഹാൻഡ് ഓവർ ചെയ്തോളാം. എന്നാൽ ഹീറോയിൻ, അതിന്റെ ഒന്നും ഒരാവശ്യമില്ല മാഡം, ഞാൻ തന്നെ കണ്ടുപിടിച്ചോളാം. അങ്ങനെ പോകാൻ ഇറങ്ങുമ്പോൾ നമ്മുടെ ലേഡി ഓഫീസറിന്റെ മകന് കൊടുക്കാനൊരു ഗെയിമിന്റെ CD ഏൽപ്പിക്കുന്നുണ്ട്. അത് അവരുടെ വീട്ടിൽ പോയിട്ട് അവന് കൊടുക്കുകയാണ്. എന്നാൽ അവന് കിട്ടിയത് 2017 ഇറങ്ങിയ ഗെയിമാണ്. ദേഷ്യത്തില് അവൻ ആ CD വലിച്ചെറിയുന്നുണ്ട്. അതായത് ഒരു ചെറിയ കുന്തളിപ്പ്, ഒരു മനസ്സുഖം. അങ്ങനെ ഹീറോയിൻ അവിടെ നിന്ന് നേരെ പോകുന്നത് ഹീറോയിന്റെ വീട്ടിലേക്കാണ്. ഹീറോയിന്റെ വീട്ടിൽ ആകെയുള്ളത് ഹീറോയിനും ഹീറോയിന്റെ അച്ഛനും മാത്രമാണ്. ഹീറോയിന്റെ അച്ഛനൊരു എക്സ് പോലീസ് ഓഫീസർ ആയിരുന്നു. ആ ഒരു സമയത്ത് അദ്ദേഹത്തിന് നല്ല ഷുഗർ ഉണ്ടായിരുന്നു. അങ്ങനെ ഒരിക്കൽ ഒരു കുറ്റവാളിയെ പിടിക്കാൻ ട്രൈ ചെയ്തപ്പോൾ അവൻ രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ഹീറോയിന്റെ അച്ഛന്റെ കൈക്കൊരു വെട്ട് കൊടുത്തതാണ്. എന്നാൽ ഷുഗറുള്ള കാരണം ആ ഒരു മുറിവ് പഴുത്തിട്ട് ഒരു കൈ തന്നെ മുറിച്ച് മാറ്റേണ്ടി വന്നിട്ടുണ്ട്. ഇപ്പോ തന്റെ PF എമൗണ്ടിന് വേണ്ടിയിട്ട് ആ ഒരു ഫോമില് തന്റെ ലെഫ്റ്റ് ഹാൻഡ് കൊണ്ട് സൈൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ സൈൻ ചെയ്യാൻ എത്ര പ്രാക്ടീസ് ചെയ്ത് നോക്കിയിട്ടും സൈൻ അങ്ങ് ശരിയാവുന്നേ ഇല്ല. അപ്പൊ ഹീറോയിൻ ചോദിക്കുന്നുണ്ട്, അല്ല ഇത് കുറെ നാളെ തുടങ്ങിയിട്ട് ശരിക്കും പ്രാക്ടീസ് ചെയ്താലേ ഇതൊക്കെ സിമ്പിൾ അല്ലേ? കഴിഞ്ഞ 3 മാസമായിട്ട് ഞാൻ പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്, സംഭവം വഴങ്ങണ്ടേ, ഞാൻ എന്താ ചെയ്യാ? അപ്പൊ ഹീറോയിൻ തന്റെ അച്ഛന്റെ ഷുഗർ ലെവൽ ടെസ്റ്റ് ചെയ്ത് നോക്കുകയാണ്. എന്നാൽ ഷുഗർ നല്ല കൂടുതലാണ്, 290 ഉണ്ട്. എന്നാൽ അച്ഛൻ പറയുന്നുണ്ട്, അതൊക്കെ നോർമലാ, നിന്റെ ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കട്ടെ. എന്നാൽ ഹീറോയിനെ ടെസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ അത് 60 ഉള്ളൂ. അതായത് ഹീറോയിൻ്റെത് വളരെ ലോയുമാണ്. അപ്പോൾ അച്ഛൻ ഒളിപ്പിച്ച് വെച്ച ഒരു മുട്ടായി എടുത്തിട്ട് ഹീറോയിന് കൊടുക്കുമ്പോൾ അവള് പറയുന്നുണ്ട്, ആഹാ വെറുതെ ആണാ ഷുഗർ 290 താഴെ വരാത്തെ? എന്നിട്ട് അച്ഛൻ ഒളിപ്പിച്ച് എല്ലാം മുട്ട എടുത്തിട്ട് ഇനി മേലില് അച്ഛന് മിഠായില്ല, ആദ്യം ഷുഗർ കൺട്രോൾ ചെയ്യട്ടാ. എന്നാൽ അച്ഛൻ ഒന്ന് തന്നിട്ട് പോടി, തരില്ല എന്ന് പറഞ്ഞാൽ തരില്ല. അടുത്ത സീനിൽ നമ്മുടെ ഫോറൻസിക് ഡോക്ടറിലെ ഗൗതം അങ്ങേര് കൊല്ലപ്പെട്ട പാണ്ഡെയുടെ ഡെഡ് ബോഡി ചെക്ക് ചെയ്യുമ്പോൾ അയാളുടെ വായിലായിട്ട് എന്തോന്ന് ഒട്ടിക്കിടക്കുന്ന കാണുന്നുണ്ട്. അപ്പോഴാണ് നമ്മുടെ ഹീറോയിൻ അങ്ങോട്ട് വന്ന് ചോദിക്കുന്നത്, അല്ല ഡോക്ടറെ എന്തായി പോസ്റ്റ്മോർട്ടം, ഏകദേശം കഴിഞ്ഞാ? അപ്പോൾ ഗൗതം പറയുന്നുണ്ട്, പോസ്റ്റ്മോർട്ടം തീരാന് 2 ദിവസം എന്തായാലും എടുക്കും. ഒന്നാമത് കൊറോണ ടൈം ആയതുകൊണ്ട് അതിനു മുൻപ് വേറെയും കുറെ പ്രൊസീജിയർ ഉണ്ട്. ഇങ്ങനെ ചെക്ക് ചെയ്തപ്പോൾ ഇങ്ങേർക്ക് എന്തായാലും കൊറോണ ബാധിച്ചിട്ടില്ല, റിസൾട്ട് നെഗറ്റീവായിട്ട് വന്നിട്ടുള്ളത്. അപ്പൊ മരണ കാരണം എന്തായാലും കൊറോണയല്ല. ഇങ്ങേരുടെ നെറ്റിയിലെ മുറിവിന്റെ ആഘാതം വെച്ചിട്ട് ആരോ ശക്തമായിട്ടുള്ള എന്തോ വസ്തു വെച്ച് ഇങ്ങനെ അടിച്ച് കൊലപ്പെടുത്തിയതായിരിക്കാം. അതുപോലെ ഇങ്ങരുടെ വയറ്റില് കുറേയധികം വെള്ളത്തിന്റെ അംശം ഉണ്ടായിരുന്നു. അതായത് ചിലപ്പോ തലക്കടിച്ചിട്ട് ബോധം കിട്ട ശേഷം വെള്ളത്തിൽ മുക്കി കൊലപ്പെടുത്തിയതായിരിക്കാം. അത് മാത്രമല്ല ഇങ്ങരുടെ വായിൽ നിന്ന് ചില കൊഴുപ്പ് കളക്ട് ചെയ്തിരുന്നു. ആ ഒരു കൊഴുപ്പ് ടെസ്റ്റ് ചെയ്തപ്പോ അത് ചില മൃഗങ്ങളുടെ കൊഴുപ്പാണ്. അപ്പൊ ഹീറോയിൻ ചിന്തിക്കുന്നുണ്ട്, അല്ല മൃഗങ്ങളുടെ കൊഴുപ്പ് എങ്ങനെയാ ഇയാളുടെ വായിൽ വന്നിട്ടുണ്ടാവുക? അപ്പോഴാണ് ഹീറോ നോട്ട് ചെയ്യുന്നത്, നമ്മുടെ ഗൗതം ടെസ്റ്റ് ചെയ്യുന്നതിന് മുൻപ് കുറച്ച് മദ്യം കഴിക്കുന്നുണ്ട്. അപ്പോ അല്ല ഡോക്ടറെ, ഡ്രിങ്ക്സ് കഴിക്കാതെ ഈ പണിയെടുക്കാൻ പറ്റില്ല. അപ്പോ ഗൗതം പറയുന്നുണ്ട്, എന്റെ ജോലി മുഴുവൻ ഡെഡ് ബോഡി ആയിട്ടല്ലേ, മനസ്സ് മരവിച്ച് പോകാതിരിക്കണമെങ്കിൽ കുറച്ച് കഴിച്ചേ മതിയാവോ, ഇല്ലെങ്കിൽ എനിക്ക് ഭ്രാന്ത് തന്നെ പിടിച്ചു. അങ്ങനെ ഹീറോയിനും ഗൗതവും സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോ പുറത്ത് ആരുടെ ശബ്ദം കേൾക്കുന്നുണ്ട്. അതിപ്പോ ആരായിരിക്കും? പുറത്ത് പോയി നോക്കുമ്പോ മരണപ്പെട്ട പാണ്ഡെയില്ലേ അങ്ങയുടെ ഭാര്യയും ഭാര്യയുടെ അനിയനാണ് വന്നിട്ടുള്ളത്. അനിയന്റെ പേര് രാജാണെങ്കിൽ കയറിക്കൊണ്ട് ഇവിടുത്തെ ഇൻചാർജ് ആരാ അങ്ങോട്ട് വരാൻ പറ. അപ്പൊ ഹീറോയിൻ അങ്ങോട്ട് വരുമ്പോ അവൻ പറയുന്നുണ്ട്, മരണപ്പെട്ട് കിടക്കുന്നതേ എന്റെ അളിയനാണ്, അങ്ങനെ കൊലപ്പെടുത്തി ആരാണെന്ന്
എനിക്ക് അറിഞ്ഞേ മതിയാവോ. അപ്പൊ ഹീറോൻ നീ ആദ്യം മാസ്ക് ഇട്, ഇവിടെ വെയിറ്റ് ചെയ്യേ, ഞാൻ വിളിക്കാം. എന്നിട്ട് പാണ്ഡെയുടെ ഭാര്യയില്ലേ അവരെ ഉള്ളിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി ചോദിക്കുന്നുണ്ട്, നിങ്ങളുടെ ഹസ്ബൻഡ് പാണ്ഡെ തന്നെയാണോ എന്ന് ഒന്ന് കൺഫേം ചെയ്യേ. അവസാനം അവരും തന്റെ ഹസ്ബൻഡ് തന്നെയാണെന്ന് ഉറപ്പിക്കുകയാണ്. അപ്പൊ ഹീറോൻ ഈ ഒരു സിറ്റുവേഷനിൽ ഇങ്ങനെ ഒരു ചോദ്യം ചോദിക്കുന്നതുകൊണ്ട് എന്നോട് നിങ്ങൾക്ക് ഒന്നും തോന്നരുത്, നിങ്ങളുടെ ഹസ്ബൻഡ് നോൺ വെജിറ്റേറിയൻ ആണോ, മാംസം കഴിക്കാറുണ്ടോ? അപ്പൊ അവർ പറയുന്നുണ്ട്, ഇല്ല എന്റെ ഹസ്ബൻഡ് വെജിറ്റേറിയൻ മാത്രമേ കഴിക്കാറുള്ളൂ. അപ്പൊ ഹീറോൻ അങ്ങനെയാണെങ്കിൽ നിങ്ങളിപ്പോ പോയിക്കോ, ഒരു 2 ദിവസത്തിൽ പോസ്റ്റ്മോർട്ടം കഴിയും, അത് കഴിഞ്ഞിട്ട് ബോഡി നിങ്ങൾക്ക് ഹാൻഡ് ഓവർ ചെയ്തോളാം, അപ്പൊ ഇൻഫോം ചെയ്യാം. അടുത്ത സീനിൽ നമ്മുടെ ഹീറോൻ ഓഫീസിൽ ഇരുന്നിട്ട് കുറച്ചു നേരത്തെ ഗൗതം പറഞ്ഞിരുന്നില്ലേ പാണ്ഡ്യയുടെ വായിൽ നിന്ന് ഏതൊരു മൃഗത്തിന്റെ കൊഴുപ്പ് കിട്ടിയിരുന്നു എന്ന്. എന്നാൽ ഭാര്യയോട് ചോദിച്ചപ്പോ അങ്ങേര് മാംസേ കഴിക്കാറില്ല. അപ്പോ എങ്ങനെയായിരിക്കും അത് വന്നിട്ടുണ്ടാവുക? അപ്പോഴാണ് ഹീറോന് ഒരു കാര്യം മനസ്സിലാവുന്നേ, മരണപ്പെട്ട പാണ്ഡ്യയ്ക്ക് ഒരു ലെതർ ഫാക്ടറി ഉണ്ടായിരുന്നു. ഇനിയിപ്പോ അങ്ങേര് കൊല്ലപ്പെട്ടത് ആ ഒരു ഫാക്ടറിയിൽ വെച്ചാണെങ്കിലോ? അങ്ങനെ ഹീറോൻ തന്റെ ടീമിനെ കൂട്ടിയിട്ട് ആ ഒരു ഫാക്ടറിയിൽ പോയിട്ട് ആ ഒരു ഫാക്ടറി മുഴുവനായിട്ട് അരിച്ച് പെറുക്കി നോക്കുന്നുണ്ട്. അവിടെ വർക്ക് ചെയ്യുന്ന ഓരോ വർക്കേഴ്സിന്റെയും ഡീറ്റെയിൽസ് എടുത്ത് നോക്കുമ്പോൾ കുറച്ച് നാളായിട്ട് ആ ഫാക്ടറിയിൽ ജോലി ചെയ്തിട്ടുണ്ടായിരുന്ന റാഹി എന്ന പെൺകുട്ടി കമ്പനിയിലേക്ക് വരാറില്ല. അവളെ കുറിച്ച് ഒരു അറിവുമില്ല. റാഹി ആയിരുന്നു പാണ്ഡ്യയുടെ ഈ ഒരു കമ്പനിയിലെ അക്കൗണ്ട്സ് മൊത്തം നോക്കിയിട്ടുണ്ടായിരുന്നത്. എന്നാൽ പാണ്ഡ്യ മരണപ്പെട്ട ശേഷം അവൾ ഈ കമ്പനിയിലേക്ക് വന്നിട്ടില്ല എന്ന് നമ്മുടെ പാണ്ഡ്യയുടെ അളിയനില്ലേ രാജ്, അവൻ പറയാണ്. അപ്പൊ ഹീറോൻ അല്ല റാഹിക്ക് എങ്ങനെയാ ജോലി കിട്ടിയേ? അതായത് റാഹിയുടെ അച്ഛനായിരുന്നു 40 വർഷം ഈ ഒരു കമ്പനിയിലെ അക്കൗണ്ട്സ് നോക്കിയിട്ടുണ്ടായിരുന്നത്. എന്നാൽ കുറച്ച് മാസങ്ങൾക്ക് മുൻപാണ് അദ്ദേഹം മരണപ്പെട്ടു പോയത്. അതിനുശേഷമാണ് അങ്ങയുടെ മകളായതുകൊണ്ട് റാഹിക്ക് ഈ ഒരു ജോലി പാണ്ഡ്യ കൊടുത്തത്. അപ്പൊ ഹീറോൻ അല്ല അവളുടെ നമ്പർ ഉണ്ടോ, ആ നമ്പറിലേക്ക് നിങ്ങൾ കോൺടാക്ട് ചെയ്തിരുന്നോ? അവളെ ഞങ്ങൾ വിളിച്ചു നോക്കിയിരുന്നു, എന്നാൽ ആ ഒരു നമ്പർ സ്വിച്ച് ഓഫ് ആണ്, അതിലേക്ക് ഫോണേ പോകുന്നുണ്ടായിരുന്നില്ല. അപ്പൊ ഹീറോൻ അല്ല അവൾ ഏതെങ്കിലും സോഷ്യൽ മീഡിയ ആപ്ലിക്കേഷൻ യൂസ് ചെയ്യുന്നുണ്ടോ? അപ്പോഴാണ് അവൾ ഇൻസ്റ്റാഗ്രാം യൂസ് ചെയ്തിരുന്നത് മനസ്സിലാവുന്നേ. അപ്പൊ ആ ഒരു ID നമ്മുടെ ഹീറോൻ ചെക്ക് ചെയ്ത് നോക്കുന്നുണ്ട്. അതേ സമയത്ത് നമ്മുടെ ഫോറൻസിക് ഡോക്ടർ ഗൗതമില്ലേ, ആ കമ്പനിയുടെ ഓണർ പാണ്ഡ്യയുടെ ഓഫീസ് റൂമിലേക്ക് പോയി നോക്കുമ്പോൾ അവിടെ ഒരു ടേബിളിന്റെ അടിയിലായിട്ട് ഒരു ലൈറ്റ് വീണ് കിടക്കുന്നുണ്ട്. ആ ഒരു ലൈറ്റില് രക്തക്കറയുണ്ട്. അതില് ഗൗതമിന് ഒരു കാര്യം മനസ്സിലായിട്ടുണ്ട്, ഈ ഒരു ലൈറ്റ് വെച്ച് തന്നെയായിരിക്കാം കൊലപാതകം നടത്തിയിട്ടുണ്ടാവുക. അങ്ങനെ ആ ഒരു ലൈറ്റ് എവിഡൻസ് ആയിട്ട് കളക്ട് ചെയ്ത് വെക്കുന്നുണ്ട്. അതിനുശേഷം ആ ഒരു ഫാക്ടറിയിലെ ബാക്കി സ്ഥലങ്ങൾ മുഴുവനായിട്ട് അവര് തേടി നോക്കിയിട്ടും പ്രത്യേകിച്ച് ഒരു എവിഡൻസ് കിട്ടിയില്ല. അപ്പൊ ഹീറോയിൻ പറയുന്നുണ്ട്, ഈ ഒരു ഫാക്ടറിയിലെ CCTV ക്യാമറ വിഷ്വൽസ് മുഴുവനായിട്ട് ഒന്ന് കാണണല്ലോ. അതായത് പാണ്ഡ്യ കൊല്ലപ്പെട്ട ആ ഒരു ദിവസവും അതിന്റെ മുൻപിലെ ദിവസവും ഈ ഒരു കമ്പനിയിലെ എല്ലാ വർക്കേഴ്സും എന്താ ചെയ്തിട്ടുണ്ടായിരുന്നത്, എവിടെയായിരുന്നു, എല്ലാം ഒന്ന് മനസ്സിലാക്കണല്ലോ. അപ്പോൾ ആ ഒരു വിഷ്വൽസ് ഒക്കെ ഹീറോയിന്റെ കയ്യിൽ എത്തിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ പാണ്ഡ്യയുടെ അളിയൻ രാജിനെ ഏൽപ്പിച്ചിട്ട് ഹീറോൻ അവിടെ നിന്ന് തിരിച്ചു പോവാണ്. അടുത്ത സീനിൽ നമ്മുടെ ഹീറോ നേരെ പോകുന്നത് പാണ്ഡ്യയുടെ ഭാര്യ ചോദ്യം ചെയ്യാനാണ്. എന്നാൽ അവരാണെങ്കിൽ തന്റെ ഹസ്ബൻഡ് മരണപ്പെട്ട ടെൻഷനൊന്നും ഇല്ലാതെ നല്ല അടിപൊളിയായിട്ട് എക്സസൈസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഹീറോയിൻ ചില കാര്യങ്ങൾ ചോദിക്കാനുണ്ടല്ലോ. അല്ല മേഡം, നിങ്ങളുടെ ഹസ്ബൻഡ് മരണപ്പെട്ട സമയത്ത് നിങ്ങൾ എവിടെയായിരുന്നു ഉണ്ടായിരുന്നേ? അപ്പൊ വൈഫ് പറയുന്നുണ്ട്, ഞാനും എന്റെ അനിയനും ഞങ്ങളുടെ വീട്ടിൽ തന്നെ ഇരുന്നുണ്ടായിരുന്നേ. അപ്പൊ ഹീറോയിൻ ചോദിക്കുന്നുണ്ട്, അല്ല നിങ്ങളുടെ വീട്ടിലേക്ക് ഇടയ്ക്കിടയ്ക്ക് ആരൊക്കെയാ വരാറുള്ളത്? അവര് പറയുന്നുണ്ട്, നമ്മുടെ ഫാമിലിയിലുള്ള റിലേറ്റീവ്സ് മാത്രമേ അധികം വരാറുള്ളൂ, ഫാമിലി അല്ലാതെ വേറെ ആരെങ്കിലും. പിന്നെ നാനാഭായ് എന്ന ഒരു രാഷ്ട്രീയക്കാരനും അതുപോലെ ഒരു പോലീസ് ACPയും എന്റെ ഹസ്ബൻഡ് പാണ്ഡെ ഇടയ്ക്ക് കാണാൻ വരാറുണ്ട്. അപ്പൊ ഹീറോയിൻ അതവിടെ ഇരിക്കട്ടെ, നിങ്ങളുടെ ആ ഒരു കെമിക്കൽ കമ്പനിയിലെ ആ ഒരു കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന അക്കൗണ്ടന്റ് റാഹിയെ നിങ്ങൾക്കറിയോ? ഇത് ചോദിക്കാൻ കാരണം എന്താണെന്ന് വെച്ചാല് നിങ്ങളുടെ ഹസ്ബൻഡ് മരണപ്പെട്ടതിന് ശേഷം അവൾ ആ ഒരു കമ്പനിയിലേക്ക് വന്നിട്ടില്ല. അത് മാത്രമല്ല അവൾക്ക് എന്താ സംഭവിച്ചെന്ന് പോലും ആർക്കും ഒരു ഐഡിയ ഇല്ല. അവളുടെ വീട്ടിൽ പോയി നോക്കുമ്പോൾ വീട്ടിലേക്കും അവൾ പോയിട്ടില്ല, അവളെ ഒന്ന് കോൺടാക്ട് ചെയ്യാനോ പറ്റുന്നുമില്ല. റാഹിയെ കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും അറിയണമെങ്കിൽ ഒന്ന് പറയാവോ? അപ്പൊ അവര് പറയുന്നുണ്ട്, നിങ്ങൾ ഈ പറയുന്ന റാഹിയെ എനിക്ക് അറിയൂല, ഇതുവരെയായിട്ട് ഞാൻ കണ്ട ഓർമ്മ പോലുമില്ല. ഞാൻ പ്രത്യേകിച്ച് ആ ഒരു കമ്പനിയിലേക്ക് അങ്ങനെ ഇടക്കിടക്ക് പോവാറൊന്നുമില്ല. ആ ഒരു കമ്പനി മെയിനായിട്ട് എന്റെ ഹസ്ബൻഡ് പാണ്ഡെയും എന്റെ അനിയൻ രാജു ആണ് നോക്കി നടത്തുന്നത്. എന്നാൽ ബാക്കിയുള്ള കമ്പനികളിലെ സ്റ്റാഫിനെ കുറിച്ച് ചോദിക്കുകയാണെങ്കിൽ ചിലപ്പോൾ എനിക്ക് പറയാൻ പറ്റും. അപ്പൊ ഹീറോയിൻ പറയുന്നുണ്ട്, അങ്ങനെയാണെങ്കിൽ ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഞാൻ ചോദിച്ചോളാം എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് തിരിച്ചു പോവാണ്. അടുത്ത സീനിൽ നമ്മൾ കാണുന്നത് റാഹിയില്ലേ, അവളുടെ മുത്തശ്ശൻ പോലീസ് സ്റ്റേഷനിലേക്ക് വന്നിട്ട് തന്റെ ചെറുമകളെ 2 ദിവസമായിട്ട് കാണുന്നില്ല എന്ന് കംപ്ലൈന്റ് കൊടുക്കാണ്. എന്നാൽ നമ്മുടെ മുത്തശ്ശന്റെ കൂടെ ഒരു പയ്യനും സ്റ്റേഷനിലേക്ക് വന്നിട്ടുണ്ട്. പോലീസുകാരൻ ചോദിക്കുന്നുണ്ട്, അല്ല നീ അതാടാ? അപ്പൊ അവൻ പറയുന്നുണ്ട്, സാറേ റാഹി എന്റെ നല്ലൊരു ഫ്രണ്ട് ആയിരുന്നു. എന്നാൽ പോലീസുകാരൻ ചോദിക്കുന്നുണ്ട്, അവള് നിന്റെ ഫ്രണ്ട് മാത്രമായിരുന്ന അല്ലെങ്കിൽ ഗേൾ ഫ്രണ്ട് ആയിരുന്ന? എന്നാൽ അവൻ പറയുന്നുണ്ട്, സാറേ അവൾ എന്റെ വെറും ഫ്രണ്ട് മാത്രമായിരുന്നു. ചെറുപ്പം മുതലേ നമ്മൾ ഒന്നിച്ച് പഠിച്ച് വളർന്നതാ. എന്റെ വീട്ടിന്റെ തൊട്ടടുത്താണ് അവളുടെ വീട്. അപ്പൊ പോലീസുകാരൻ ചോദിക്കുന്നുണ്ട്, നിന്റെ പേരെന്താടാ? എന്റെ പേര് സന്ദീപ് എന്നാ, എല്ലാരും എന്നെ സാന്റി എന്ന് വിളിക്കുക. അപ്പൊ റാഹിയുടെ മുത്തച്ഛനോട് ചോദിക്കുന്നുണ്ട്, അല്ല റാഹിയെ അവസാനമായിട്ട് എപ്പോഴാ നിങ്ങൾ കണ്ടേ? എന്ന് മുതലാ ശരിക്കും കാണാതായത്? അപ്പൊ മുത്തച്ഛൻ പറയുന്നുണ്ട്, അവള് 2 ദിവസം
മുമ്പ് അവസാനമായിട്ട് വീട്ടിൽ നിന്ന് ജോലിക്ക് പോകാനെന്ന് പറഞ്ഞിട്ട് ഫാക്ടറിയിലേക്ക് പോയതാ. അതിനുശേഷം അവൾക്ക് എന്താ സംഭവിച്ചെന്നറിയില്ല, ഫോണ് വിളിച്ചാലും ഫോണ് കണക്ട് ആവുന്നില്ല. അപ്പോൾ പോലീസുകാരൻ ആ ഒരു കംപ്ലൈന്റ് രജിസ്റ്റർ ചെയ്യാണ്. അടുത്ത സീനില് നമ്മുടെ ഹീറോയിൻ ആ ഒരു ഫാക്ടറിയിലെ ഓരോ CCTV വിഷ്വൽസും ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് ഹീറോയിൻ ഒരു വിഷ്വൽ കാണുന്നത്. അതായത് എന്നാണോ റാഹിയെ കാണാതായത്, അതുപോലെ എന്നാണോ പാണ്ഡെ കൊല്ലപ്പെട്ടത്, അന്ന് രാത്രി ആ ഒരു ഫാക്ടറിയിലെ ആ ടണലിന്റെ ഉള്ളിലേക്ക് റാഹി പോയിട്ടുണ്ടായിരുന്നു. എന്നാൽ ആ ഒരു വിഷ്വല് വലിയ ക്ലാരിറ്റിയിൽ കാണാൻ പറ്റുന്നില്ല. അപ്പൊ ഹീറോയിൻ അല്ല ഈ വിഷ്വൽ എന്തിങ്ങനെ ബ്ലറി ആയിട്ടുള്ളത്? എന്നാൽ അസിസ്റ്റന്റ് പറയുന്നുണ്ട്, മാഡം ആ ഒരു CC ക്യാമറയുടെ ക്വാളിറ്റി വളരെ മോശമാണ്, അതുകൊണ്ടാണ് വ്യക്തമായിട്ട് മനസ്സിലാവാത്തത്. അതേ സമയത്ത് മറ്റൊരു ഭാഗത്ത് നമ്മുടെ ഗൗതമില്ലേ, ആ ഒരു പാണ്ഡെയുടെ ഓഫീസ് റൂമിൽ നിന്ന് ഒരു ലൈറ്റ് കിട്ടിയിരുന്നില്ലേ, ആ ഒരു ലൈറ്റും ആ ഒരു ലൈറ്റിലെ ബ്ലഡ് സൈനൊക്കെ ചെക്ക് ചെയ്തോണ്ടിരിക്കുമ്പോൾ അങ്ങോട്ടേക്ക് നമ്മുടെ ഹീറോയിൻ വരികയാണ്. ഹീറോയിനെ കണ്ടപ്പോ മാഡം നിങ്ങളെ കണ്ടില്ല. എന്നാൽ ഹീറോയിൻ പറയുന്നുണ്ട്, താൻ എന്നെ മാഡം ഒന്നും വിളിക്കണ്ട, എന്റെ പേര് പ്രീക്ഷ എന്ന് വിളിച്ചോ. അങ്ങനെയാണെങ്കിൽ ആയിക്കോട്ടെ. പിന്നെ പ്രീക്ഷ ഈ ഒരു ലൈറ്റില്ലേ ഇതൊന്ന് നോക്കുവോ? അപ്പൊ ഹീറോയിൻ പറയുന്നുണ്ട്, അല്ല നീ പ്രീക്ഷ എന്നല്ല, നീ മാഡം തന്നെ വിളിച്ചോ, അത് കുറച്ചുകൂടി നല്ലേ. അല്ല താനെന്താ പറഞ്ഞോണ്ടിരുന്നേ? അപ്പൊ ഗൗതം പറയുന്നുണ്ട്, ഈ ഒരു ലൈറ്റ് ആ ഒരു പാണ്ഡെയിലെ അങ്ങയുടെ ഓഫീസ് റൂമിൽ നിന്ന് കിട്ടിയതാണ്. ഇതിലെ ബ്ലഡ് സ്റ്റെയിൻ കണ്ടില്ലേ, ഇതേ ആയുധം വെച്ച് തന്നെയാണ് പാണ്ഡെ ആക്രമിച്ചതും. അങ്ങനെയാണ് തലക്ക് ക്ഷതം സംഭവിച്ചിട്ട് അങ്ങനെ മയങ്ങി താഴെ വീണതായിരിക്കാം. അതിനുശേഷമായിരിക്കാം വെള്ളത്തിൽ കൊണ്ടുപോയിട്ട് മുക്കി ശ്വാസം മുട്ടിച്ച് അങ്ങനെ കൊലപ്പെടുത്തിയിട്ടുണ്ടാവുക. അപ്പൊ ഹീറോയിൻ ചോദിക്കുന്നുണ്ട്, അല്ല ഈ ഒരു ലൈറ്റ് വെച്ച് കടിച്ചാല് അത്രയും വലിയ മുറിവൊക്കെ സംഭവിക്കുമോ? ആഹാ, എന്നാ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണല്ലോ. ഉടനെ തന്നെ ആ ഒരു ലൈറ്റ് വാങ്ങിയിട്ട് ഹീറോയിൻ അത് പരീക്ഷിച്ച് നോക്കുകയാണ്. എന്നാല് നമ്മുടെ ഗൗതമിന്റെ മുട്ടയ്ക്ക് നല്ല വേദനയായിട്ടുണ്ട്. അല്ല മേഡം പറഞ്ഞുടൻ തന്നെ നിങ്ങൾ തല്ലിക്കളഞ്ഞോ? എന്നാല് സോറി അറിഞ്ഞോണ്ടല്ല എന്ന് പറഞ്ഞ് ഗൗതമിന്റെ മുട്ട തടയി കൊടുക്കുന്നുണ്ട്. എന്നാലും ഗൗതമിന് വല്ലാതെ ശയ്യാവാണ്. അപ്പോഴാണ് നമ്മുടെ ഹീറോയിന്റെ ഫോണിലേക്ക് ഒരു മെസ്സേജ് വരുന്നത്. അതായത് പാണ്ഡെ കൊല്ലപ്പെടുന്നതിന് മുൻപ് ആരോടൊക്കെയായിരുന്നു ഫോണിൽ സംസാരിച്ചിട്ടുണ്ടായിരുന്നത്, ആ ഒരു ഡീറ്റെയിൽസ് ഓൾറെഡി ഹീറോയിൻ കളക്ട് ചെയ്ത് അയക്കാൻ പറഞ്ഞതാണ്. അപ്പോഴാണ് ആ ഒരു ലിസ്റ്റില് ഒരേ നമ്പർ തന്നെ റിപ്പീറ്റ് ചെയ്ത് കുറെ പ്രാവശ്യം പാണ്ഡെ വിളിച്ചിട്ടുണ്ട്. അത് മാത്രമല്ല അവസാനമായിട്ട് പാണ്ഡേക്ക് കോൾ വന്നതും അതേ നമ്പറിൽ നിന്ന് തന്നെയാണ്. ആ ഒരു നമ്പർ ഏതാന്ന് ചെക്ക് ചെയ്യുമ്പോൾ പാണ്ഡെയുടെ വൈഫിന്റെ അടുത്ത് ജോലി ചെയ്യുന്ന ഒരു ജോലിക്കാരനാണ്. അങ്ങേരുടെ പേര് ദേവ്. എന്നാൽ ഇപ്പോൾ കുറച്ചു നാളായിട്ട് ദേവ് പുറത്തു വരാറില്ല. കാരണം കൊറോണ ബാധിച്ചിട്ട് ക്വാറന്റൈനിൽ അങ്ങേരുടെ വീട്ടിൽ തന്നെയാണ്. അപ്പോൾ ദേവിനെ കാണാനായിട്ട് അയാളെ ക്വാറന്റൈനിൽ കിടക്കുന്ന അപ്പാർട്ട്മെന്റിലേക്ക് നമ്മുടെ ഹീറോയിൻ പോകുമ്പോൾ ഒരാള് നമ്മുടെ ഹീറോയിനെ തുറിച്ചു നോക്കിയിട്ട് ലിഫ്റ്റിൽ കയറി പോകുന്നുണ്ട്. ഇവൻ ആരാണെന്ന് മനസ്സിലായോ? ഇവൻ തന്നെയാണ് പാണ്ഡെയുടെ ബോഡി കഥയുടെ ആരംഭത്തിൽ ആ ഒരു പുഴയിലേക്ക് വലിച്ചെറിഞ്ഞില്ലേ, ആ ഒരു കൊലയാളി. എന്നാൽ നമ്മുടെ ഹീറോയിൻ അവനെ ശരിക്കും നോട്ട് ചെയ്തിട്ടില്ല. അങ്ങനെ നേരെ ദേവിന്റെ വാതിലിൽ തട്ടുമ്പോൾ അയാള് ജനൽ തുറന്ന് പറയുന്നുണ്ട്, മേഡം അടുത്ത് വരരുത്, എനിക്ക് കൊറോണ ഉണ്ട്. അപ്പൊ ഹീറോയിൻ ചോദിക്കുന്നുണ്ട്, അല്ല നിങ്ങൾ തന്നെയാണോ പാണ്ഡെയുടെ വീട്ടിൽ ജോലി ചെയ്യുന്നത്? അത് മാത്രമല്ല അവസാനമായിട്ട് പാണ്ഡെ നിങ്ങളാണ് വിളിച്ചിട്ടുള്ളത്. അപ്പോൾ ദേവ് പറയുന്നുണ്ട്, ഞാൻ പാണ്ഡെ സാറിന്റെ വൈഫിന്റെ വീട്ടിലാണ് ജോലി ചെയ്യുന്നത്. എന്നാലും ഞാൻ കുറെ പ്രാവശ്യം വൈഫിനെ വിളിച്ചിട്ട് അവര് ഫോൺ പിക്ക് ചെയ്തില്ല, അതുകൊണ്ടാണ് ഞാൻ പാണ്ഡെ സാറെ വിളിച്ചു നോക്കിയത്. കൂടുതലായിട്ട് ഒന്നും അറിയാനില്ലെങ്കിൽ ഞാൻ വല്ലാതെ ടയർഡാ, ഒന്ന് റെസ്റ്റ് എടുക്കണിരുന്നു പറഞ്ഞിട്ട് ദേവ് ഉള്ളിലേക്ക് പോവാണ്. എന്നാൽ ഹീറോയിൻ ആണെങ്കിൽ ചെറുതായിട്ട് നിരാശ വരുന്നുണ്ട്, പ്രത്യേകിച്ച് ഒരു ക്ലൂവും കിട്ടുന്നില്ലല്ലോ. അപ്പോഴാണ് നമ്മുടെ ഹീറോയിന്റെ ഹെഡ് ലേഡി പോലീസിൽ ചോദിക്കുന്നത്, അല്ല ഇതുവരെയായിട്ടും ആ ഒരു മുത്തശ്ശിയോട് മാപ്പ് ചോദിച്ചുകൊണ്ട് ഒരു പോസ്റ്റ് നീ അപ്ഡേറ്റ് ചെയ്തില്ലേ, അധികം ഡിലേ ആക്കാതെ നേരെ ആ ഒരു മുത്തശ്ശിയെ പോയി കണ്ടിട്ട് അവർക്ക് വേണ്ട എന്തെങ്കിലും ഹെൽപ്പ് ചെയ്തു കൊടുക്ക്, എന്നിട്ടൊരു അപ്പോളജി പോസ്റ്റ് ഇട്, ഇല്ലെങ്കിൽ ചിലപ്പോൾ പ്രശ്നം വല്ലാതെ വഷളാവും, എന്റെ കയ്യിൽ നിൽക്കില്ലേ. എന്നാൽ ഹീറോയിൻ, മേഡം അതിന് ഞാനിപ്പോൾ ഓൾറെഡി അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന കേസിൽ കുറച്ച് ബിസിയാണ്. എന്നാൽ അവർ പറയുന്നുണ്ട്, ആദ്യം നീ ഇത് തീർക്ക്, എന്നിട്ട് ആ കേസിന്റെ കാര്യം നോക്കാം. അപ്പോൾ ഹീറോയിന് വേറെ നിവൃത്തിയില്ല. അങ്ങനെ മുത്തശ്ശി കാണാനായിട്ട് ഹീറോയിൻ നേരെ ആ ഒരു ഹോസ്പിറ്റലിലേക്ക് പോവാണ്. അപ്പോഴാണ് ഹീറോയിൻ കാണുന്നത്, ആ ഒരു ഹോസ്പിറ്റലിലെ ഓക്സിജൻ സിലിണ്ടേഴ്സ് ഇല്ലാതെ ജനങ്ങൾ വല്ലാതെ കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഹീറോയിൻ നേരെ ഉള്ളിലേക്ക് പോയിട്ട് ആ ഒരു മുത്തശ്ശിയെ കാണുമ്പോൾ ആ ഒരു മുത്തശ്ശിക്കും ഓക്സിജൻ കിട്ടാതെ അവരും വല്ലാതെ കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഹീറോയിൻ പറയുന്നുണ്ട്, എന്റെ ഡ്യൂട്ടിയുടെ ഭാഗമായിട്ടാ എനിക്ക് നിങ്ങളോട് അങ്ങനെ പെരുമാറേണ്ടി വന്നേ, അതിന് ഞാൻ മാപ്പ് ചോദിക്കാൻ വന്നതാ. എന്നാൽ ആ ഒരു മുത്തശ്ശിയുടെ മകൻ പറയുന്നുണ്ട്, മാഡം നിങ്ങൾ കാരണം ഇത്രയും പ്രശ്നമുണ്ടായ, എന്റെ അമ്മ വീട്ടിലുണ്ടായിരുന്ന സമയത്ത് ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല, എന്നാൽ നിങ്ങൾ ഹോസ്പിറ്റലിലേക്ക് പിടിച്ചു വലിച്ച് കൊണ്ടുവന്നില്ലേ, അതിനുശേഷം അമ്മയ്ക്ക് ശരിക്കും ശ്വാസം എടുക്കാൻ പറ്റുന്നില്ല, മര്യാദക്ക് ഭക്ഷണം കഴിക്കാൻ പറ്റുന്നില്ല, എന്റെ അമ്മ വല്ലാതെ കഷ്ടപ്പെടുന്നത് കാണുമ്പോൾ എന്റെ ഉള്ളിൽ വല്ലാതെ പെടയാണ്. അത് കേട്ടപ്പോൾ ഹീറോയിനും ചെറുതായിട്ട് സങ്കടം വരുന്നുണ്ട്. അപ്പൊ ഹീറോയിൻ, നിങ്ങൾ ടെൻഷൻ അടിക്കണ്ട, അമ്മയുടെ ട്രീറ്റ്മെന്റിന് എനിക്ക് എന്താ ചെയ്യാൻ പറ്റുക അത് ഞാൻ ചെയ്യാമെന്ന് പറഞ്ഞിട്ട് ഹീറോയിൻ ആരെയോ ഫോണിൽ വിളിച്ച് എന്തോ കാര്യം പറയുന്നുണ്ട്. അതായത് ആ ഒരു അമ്മയ്ക്ക് വേണ്ട ഓക്സിജൻ ഹീറോയിൻ അറേഞ്ച് ചെയ്ത് കൊടുത്തു തോന്നുന്നുണ്ട്. അടുത്ത സീനിൽ നമ്മൾ കാണുന്നത് ആ ഒരു പാണ്ഡെയിലെ അങ്ങയുടെ ടണലിന്റെ CCTV വിഷ്വൽസ് ഒന്നുകൂടി ചെക്ക് ചെയ്യാണ്. അപ്പോഴാണ് ഹീറോയിൻ കാണുന്നത് ആ ഒരു റാഹി വന്നു പോയതിനു ശേഷം പിന്നീട് പാണ്ഡെയിലെ അങ്ങേരും ആ ഫാക്ടറിയിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു. അങ്ങേരുടെ പിന്നാലെ വീണ്ടും റാഹി
ഫോളോ ചെയ്ത് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ആ ഒരു സീന് വീണ്ടും ഹീറോയിനെ ഒന്ന് റിവൈൻഡ് ചെയ്ത് പ്ലേ ചെയ്ത് നോക്കിയിട്ടും ആ ഒരു സീനിൽ അങ്ങനെ സസ്പീഷ്യസ് ആയിട്ട് ഒന്നും കാണാനില്ല. റാഹിയാണ് പാണ്ഡ്യയെ കൊലപ്പെടുത്തിയെന്ന് സ്ഥിരീകരിക്കാനും പറ്റില്ല. നൈറ്റ് അവര് ഫാക്ടറിയിലേക്ക് എന്തോ ആവശ്യത്തിന് വന്നാണെന്ന് മാത്രമേ മനസ്സിലാവുന്നുള്ളൂ. അപ്പൊ ആ ഒരു ഫാക്ടറിയിലെ പഴയ പ്രീവിയസ് വിഷ്വൽസ് ഒക്കെ ഹീറോ ഒന്ന് പ്ലേ ചെയ്ത് നോക്കുമ്പോൾ നമ്മുടെ പാണ്ഡ്യയില്ലേ അങ്ങനെ ആ ഫാക്ടറിയിലെ ഓരോ ജോലിക്കാരോടും കുറച്ചധികം കയർത്ത് മാത്രമേ സംസാരിക്കാറുള്ളൂ. അതുപോലെ റാഹിയോടും പലപ്പോഴും കുറച്ച് റാഷായിട്ടാണ് പെരുമാറാറ്. എന്നാൽ ആ ഒരു പെരുമാറ്റം റാഹിക്ക് തീരെ ഇഷ്ടപ്പെട്ടിട്ടില്ല എന്ന് അവളുടെ നോട്ടത്തിൽ നിന്ന് മനസ്സിലാവുന്നുണ്ട്. അടുത്ത സീനിൽ നമ്മൾ കാണുന്നത് റാഹിയുടെ ഒരു ചെറിയ ഫ്ലാഷ് ബാക്ക് ആണ്. അതായത് റാഹിയുടെ എയിം എന്താന്ന് വെച്ചാല് ഒരു ചെറിയ മ്യൂസിക് ആൽബം ക്രിയേറ്റ് ചെയ്യണമെന്നാണ്. അതിന് തന്റെ ഫ്രണ്ടായിട്ടുള്ള സാൻഡിയുമായിട്ട് അവര് രണ്ടുപേരും കുറെ നാളായിട്ട് ട്രൈ ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. എന്നിട്ടും ആഗ്രഹിച്ച പോലെ പ്രത്യേകിച്ച് ഒന്നും അങ്ങോട്ട് ശരിയായിട്ട് നടക്കുന്നേയില്ല. അങ്ങനെ ഒരു ദിവസം രാഹി അവളുടെ പിരികത്തിന്റെ തറ്റത്ത് ഒരു സ്റ്റെഡ് കിട്ടിട്ട് മുത്തച്ഛൻ്റെ അടുത്തേക്ക് വന്നപ്പോ മുത്തച്ഛന് വല്ലാതെ കലിപ്പായിട്ടുണ്ട്. നിന്റെ ഓരോ മാറ്റം കാണുമ്പോ എനിക്ക് നിന്റെ അമ്മയെ ഓർമ്മ വരുന്നേ. അവളെ നിനക്ക് ഓർമ്മയില്ലേ? നിന്നെ പോലെ തന്നെ പാട്ട് ഡാൻസ് എന്ന് പറഞ്ഞിട്ട് അവളുടെ ഇഷ്ടത്തിന് അവള് ജീവിച്ചു തുടങ്ങിയതാ. അവസാനം ഡ്രഗ്സ് ക്രൈം എന്തിലേക്ക് അവള് പെട്ടുപോയ. ഇപ്പോ അവൾ എവിടെയാ? ജയിലിലല്ലേ? നിനക്കും അതുപോലെ പോണ. മര്യാദക്ക് നീ ആദ്യം നിന്റെ പിരികത്തിന്റെ മേലെയുള്ള ആ ഒരു ത്രെഡ് എടുത്ത് കള. അതുപോലെ മുടിയിൽ നിന്ന് ചായം പൂശിട്ടില്ലേ അതും മാറ്റിയിട്ട് സാധാരണ പെൺകുട്ടികളെ പോലെ കറുത്ത കളറാക്ക്. റാഹിയാണെങ്കിൽ മനസ്സില്ലാ മനസ്സോടെ അതൊക്കെ ചെയ്യുന്നുണ്ട്. അടുത്ത സീനില് നമ്മൾ കാണുന്നത് പാണ്ഡ്യയുടെ വീട്ടിലെ ഓർമ്മ ചടങ്ങാണ്. ആ ഒരു ചടങ്ങ് കഴിഞ്ഞപ്പോ നമ്മുടെ ഹീറോ നേരെ പോയിട്ട് പാണ്ഡ്യയുടെ അളിയൻ രാജനോട് ചോദിക്കുന്നുണ്ട്, രാജെ ചില സംശയം ചോദിക്കാണ്ടല്ല, നിനക്കും നിന്റെ അളിയൻ പാണ്ഡ്യയുടെ കമ്പനിയിൽ ജോലി ചെയ്യുന്ന ആ ഒരു രാഹി എന്ന പെൺകുട്ടിയില്ലേ അവളുമായിട്ട് എന്താടാ റിലേഷൻ? അവൻ പറയുന്നുണ്ട്, അവളായിട്ട് എനിക്ക് എന്ത് റിലേഷനാ? എന്റെ അളിയന്റെ കമ്പനിയിലാണ് ഞാൻ വർക്ക് ചെയ്യുന്നത്. അതേ കമ്പനിയിൽ അവളും അക്കൗണ്ടന്റായിട്ട് വർക്ക് ചെയ്യുന്നു. അത്ര തന്നെ റിലേഷൻ ഉള്ളൂ. എന്നാൽ രാജെ എനിക്കങ്ങനെ തോന്നിയില്ലല്ലോ. നീ ആണെങ്കിൽ രാഹിയുടെ ഇൻസ്റ്റഗ്രാം പ്രൊഫൈലിൽ പോയിട്ട് അവളുടെ എല്ലാ ഫോട്ടോത്തിനും ലൈക്ക് ചെയ്തിട്ടുണ്ട്, അതുപോലെ കമന്റ് ചെയ്തിട്ടുണ്ട്. അവളാണെങ്കിൽ നിന്നെ ടാഗ് ചെയ്ത് വിട്ടിട്ടുണ്ട്. അപ്പോ സത്യം പറ, നീയും അവളും ചേർന്നിട്ടല്ലേ നിന്റെ അളിയനെ കൊന്നളഞ്ഞ്? എന്നാൽ അതിന് മറുപടി പറയാതെ തരിച്ചു നിൽക്കുമ്പോ അങ്ങോട്ടേക്ക് ആ ഒരു രാഷ്ട്രീയക്കാരനില്ലേ നാനാഭായ് അങ്ങേര് വന്ന് ചോദിക്കുന്നുണ്ട്, അല്ല പോലീസ് എന്തായി ഇൻവെസ്റ്റിഗേഷനൊക്കെ? കൊലയാളിയെ ഈ അടുത്തെങ്ങാനും കണ്ടുപിടിക്കോ? അപ്പൊ ഹീറോൻ അന്വേഷണമൊക്കെ നല്ല രീതിയിൽ നടക്കുന്നുണ്ട്, അധികം വൈകാതെ പിടിക്കാൻ പറ്റുന്ന തോന്നേ. അപ്പോ രാജിനോട് നീ കുറച്ച് വെള്ളം എടുത്തിട്ടെന്ന് പറഞ്ഞിട്ട് ഹീറോയോട് പറയുന്നുണ്ട്, പിന്നെ കൊല്ലപ്പെട്ട പാണ്ഡ്യയില്ലേ അവൻ എനിക്ക് ഏതോ ഒരുത്തനല്ല, ഞങ്ങൾ തമ്മിൽ അത്രയ്ക്ക് അടുത്ത റിലേഷനാണ്. അതുകൊണ്ട് അധികം വൈകിപ്പിക്കാതെ അവന്റെ കൊലയാളിയെ എന്റെ കൺമുമ്പിൽ നീ കൊണ്ടുവരണം. അതിന് നിനക്ക് എന്റെ ഭാഗത്തുനിന്ന് എന്ത് ഹെൽപ്പ് ആണെങ്കിലും ചോദിച്ചോ, ഞാൻ ചെയ്തു തന്നേക്കാം. അപ്പോ ഹീറോ പറയുന്നുണ്ട്, സാറേ അങ്ങനെയാണെങ്കിൽ എനിക്ക് ഇപ്പൊ ഒരു ചെറിയ ഹെൽപ്പ് വേണം. എനിക്ക് പരിചയമുള്ള ഒരു പ്രായമായിട്ടുള്ള അമ്മ ഗവൺമെന്റ് ഹോസ്പിറ്റലിലെ അഡ്മിറ്റിൽ കിടക്കാണ്. അവർക്ക് നല്ല ചികിത്സയും നല്ല ഭക്ഷണവും അതുപോലെ ഓക്സിജനെ കിട്ടാന് ഒന്ന് റെക്കമെൻഡ് ചെയ്യാൻ പറ്റുമോ? അങ്ങനെ പറയുന്നുണ്ട്, അതിനെന്താ, അത് ഞാൻ ചെയ്താക്കാലോ. അടുത്ത സീനില് നമ്മുടെ ഹീറോ നേരെ പോകുന്നത് റാഹിയില്ലേ റാഹിയുടെ മുത്തശ്ശന്റെ അടുത്തേക്കാണ്. അങ്ങേരോട് ചെറുമകളെ കാണാതായതിന്റെ പിന്നിലെ ആരെങ്കിലും സംശയമുണ്ടോ, എന്തെങ്കിലും കാരണം ഉണ്ടാവുന്ന തോന്നുന്നുണ്ടെന്ന് ചോദിക്കുമ്പോൾ അങ്ങേർക്ക് അങ്ങനെ പ്രത്യേകിച്ച് ഒരു ഐഡിയ ഇല്ല. അങ്ങേര് പറയുന്നുണ്ട്, കുറച്ച് നാളായിട്ട് അവളോട് ഞാൻ പറയുന്നുണ്ട് ഫാഷനും അതുപോലെ ഡാൻസും പാട്ടൊക്കെ ഒന്ന് കുറയ്ക്കാനേ. എന്നാല് അവള് കേൾക്കണ്ടേ. പെട്ടെന്ന് അവൾക്ക് എന്താ സംഭവിച്ചേ, അവൾ എവിടെയാ പോയി എനിക്ക് അറിയില്ല. ആകെ എനിക്ക് അവള് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് അവൾക്ക് എന്താ സംഭവിച്ചെന്ന് അറിയാനേ ഞാൻ പോലീസ് സ്റ്റേഷനിൽ കംപ്ലൈന്റ് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ആ ഒരു കംപ്ലൈന്റിന്റെ കോപ്പി നമ്മുടെ ഹീറോന് കാണിച്ചു കൊടുക്കാണ്. ആ ഒരു കംപ്ലൈന്റ് നോക്കിയ ശേഷം നമ്മുടെ ഹീറോൻ തന്റെ അസിസ്റ്റന്റിനെ കൂട്ടിയിട്ട് ആ ഒരു വീട് മുഴുവനായിട്ട് ഒന്ന് അരിച്ച് പെറുക്കി നോക്കുന്നുണ്ട്. ഇനിയിപ്പോ വല്ല എവിഡൻസ് കിട്ടിയാലോ? ഹീറോന് സംശയം തോന്നുന്ന എല്ലാ വസ്തുക്കളുടെയും ഫോട്ടോ എടുത്തു വെക്കുന്നുണ്ട്. അപ്പോഴാണ് നമ്മൾ ഈ സ്പിൻ ചെയ്യുന്ന ഒരു വീലില്ലേ ആ ഒരു വീല് കാണുന്നത്. അപ്പോ ചിലപ്പോൾ ഇവൾക്ക് അതിങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുന്ന ഹാബിറ്റ് ഉണ്ടാവുമായിരിക്കും. അതിന്റെ ഫോട്ടോ ഹീറോൻ എടുത്തു വെക്കുകയാണ്. അപ്പൊ ഹീറോൻ ചോദിക്കുന്നുണ്ട്, അല്ല മുത്തശ്ശ, നിങ്ങൾ പറഞ്ഞിരുന്നില്ലേ റാഹിക്ക് ഏതോ സാൻഡി എന്നൊരു ഫ്രണ്ട് ഉണ്ട് എന്നൊക്കെ, അവന്റെ വീട് എവിടെയാ? ആ ഒരു മുത്തശ്ശനാണെങ്കിൽ സാൻഡിയുടെ വീടും അഡ്രസ്സും പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഹീറോനും അസിസ്റ്റന്റും കൂടി സാൻഡിയുടെ വീട്ടിലേക്ക് പോയി നോക്കുമ്പോൾ അവനാണെങ്കിൽ വാതിൽ അടച്ച് ഹെഡ്സെറ്റും ചെവിയിൽ വെച്ച് പാട്ടും കേട്ട് ഡാൻസ് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. എത്ര വിളിച്ചിട്ടും ആ വാതിൽ തുറക്കുന്നില്ല. അവൻ കേൾക്കണ്ടേ. അപ്പോ വാതിലും ചവിട്ടി തുറന്നിട്ട് ഉള്ളിലേക്ക് പോയിട്ട് അവനെ ചോദ്യം ചെയ്യുമ്പോൾ അവൻ പറയുന്നുണ്ട്, എനിക്കും അവൾക്ക് എന്താ പറ്റിയെന്ന് ഒരു ഐഡിയ ഇല്ല, അവളെ കോണ്ടാക്ട് ചെയ്യാനും പറ്റുന്നില്ല. അപ്പൊ ഹീറോയും പറയുന്നുണ്ട്, നീയാണ് അവളുടെ കൂടെ എപ്പോഴും ഉണ്ടായിട്ടുള്ളത്, പ്രൈം സസ്പെക്ട് അത് നീയാ. അപ്പൊ എന്തെങ്കിലും അവളെ കുറിച്ച് അറിഞ്ഞാല് ഉടനെ എന്നെ വിളിച്ച് ഇൻഫോം ചെയ്തേക്കണം. അതും പറഞ്ഞ് ഹീറോയിൻ അവിടെ നിന്ന് പോവാണ്. ഹീറോയിൻ പോയി കഴിഞ്ഞപ്പോ അവൻ എന്തോ ഓർത്തിട്ട് വല്ലാതെ സങ്കടപ്പെട്ട് ഫീൽ ചെയ്തോണ്ടിരിക്കുന്നുണ്ട്. അല്ല ഇവനിനി ഇപ്പൊ ആ പെൺകുട്ടിയുടെ കൊലപാതകത്തില് വല്ല കൈ ഉണ്ടാവുക. അടുത്ത സീനിൽ നമ്മൾ കാണുന്നത് ഹീറോയിന്റെ അച്ഛനില്ലേ, അദ്ദേഹത്തിന് ഒരു പെറ്റ് പൂച്ച ഉണ്ടായിരുന്നു. ആ പൂച്ചയെ കാണുന്നില്ല. ആ ഒരു വീട് മുഴുവനായിട്ട് ആ പൂച്ചയെ തേടി നോക്കുന്നുണ്ട്. എന്നാൽ പൂച്ചയ്ക്ക് എന്താ സംഭവിച്ചതെന്ന് അവർക്ക് മനസ്സിലാവുന്നില്ല.
എന്നാൽ ഹീറോന് എങ്ങനെ ഇപ്പോൾ അച്ഛനൊന്ന് സമാധാനിപ്പിക്കേണ്ടതെന്ന് അറിയുന്നില്ല. അപ്പോൾ ഹീറോന് ഒരു ഹെൽപ്പിന് വേണ്ടിയിട്ട് നമ്മുടെ ഫോറൻസിക് ഡോക്ടർ ഗൗതമില്ലേ അങ്ങനെ വിളിക്കുകയാണ്. ഗൗതം വന്ന് പറയുന്നുണ്ട്, അങ്കിള് ഒന്നുകൊണ്ട് പേടിക്കണ്ട, വേഗം തന്നെ ആ ഒരു പൂച്ചയെ അങ്കിളിന് ഞാൻ കണ്ടുപിടിച്ചു തരാം. അപ്പൊ ഹീറോൻ ചോദിക്കുന്നുണ്ട്, അല്ല അച്ഛാ ഇൻസുലിൻ എടുത്തിട്ടില്ലേ? അങ്ങനെ അച്ഛനെ പിടിച്ചു കൊണ്ടുപോയിട്ട് ആ ഒരു ഇൻസുലിൻ സൂചി വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പൊ അച്ഛനാണെങ്കിൽ അലറി വിളിക്കുകയാണ്. ഒരു ചെറിയ കുട്ടിയെ പോലെ അച്ഛനെ ട്രീറ്റ് ചെയ്ത് കാണുമ്പോൾ അറിയാതെ ഗൗതം ചിരിച്ചു പോകുന്നുണ്ട്. അങ്ങനെ ഗൗതമും ഹീറോയിനും മനസ്സോട്ട് സംസാരിക്കുകയാണ്. അതായത് രണ്ടുപേരുടെ ഇടയിൽ ഒരു നല്ല ഫ്രണ്ട്ഷിപ്പ് ബോണ്ടായിട്ടുണ്ട്. അടുത്ത സീൽ നമ്മൾ കാണുന്നത് ഒരു ഫ്ലാഷ് ബാക്ക് ആണ്. അതായത് റാഹി എന്ന ആ ഒരു പെൺകുട്ടിയിലെ അവളും അതുപോലെ രാജുവും തമ്മില് നമ്മുടെ ഹീറോയിൻ സംശയിച്ച പോലെ തന്നെ ഒരു കണക്ഷൻ ഉണ്ടായിരുന്നു. ഒരിക്കൽ പാണ്ഡയുടെ റൂമിൽ ഇരുന്നിട്ട് രണ്ടുപേരും റൊമാൻസ് ചെയ്തോണ്ടിരിക്കുമ്പോൾ അങ്ങോട്ടേക്ക് പാണ്ഡ കയറി വരികയാണ്. അപ്പോൾ രാജു പോയിട്ട് ഡോറ് തുറക്കുമ്പോൾ പാണ്ഡ ചോദിക്കുന്നുണ്ട്, അല്ല മോനെ എന്താ ഡോറൊക്കെ അടച്ചിട്ട്? പ്രത്യേകിച്ച് ഒന്നുമില്ല, കുറച്ച് അക്കൗണ്ട്സ് നോക്കിയിരുന്നു. അപ്പോൾ റാഹിയോട് പറയുന്നുണ്ട്, മോളെ നീ ഒന്ന് കുറച്ചു നേരം പുറത്തേക്ക്. എന്നിട്ട് രാജനോട് പാണ്ഡ ചോദിക്കുന്നുണ്ട്, അല്ല മോനെ എന്റെ റൂമിലിരുന്നിട്ട് നീ എന്ത് കണക്കാ നോക്കിക്കൊണ്ടിരുന്നേ? എന്നാല് രാജന് പ്രത്യേകിച്ച് ഒന്നും പറയാൻ പറ്റുന്നില്ല. അവൻ ബെബെ അടിക്കുന്നുണ്ട്. അപ്പോ പാണ്ഡെ പറയുന്നുണ്ട്, മോനെ രാജ, പിന്നെ ഇന്നു മുതല് നീ ഈ ഫാക്ടറിയിലേക്ക് വരണ്ട, ഒരു കണക്കും നീ നോക്കണ്ട, ഞാൻ നോക്കിക്കോളാം. എന്നിട്ട് അങ്ങനെ പുറത്തു പോകുമ്പോ രാജു പിന്നാലെ പോയിട്ട്, അളിയ ഇനി ഞാൻ ആവർത്തിക്കില്ല, ഇപ്രാവശ്യം ഒന്നും ക്ഷമിച്ചൂടെ? എന്നാല് അങ്ങനെ കേട്ട ഭാവം നടിക്കുന്നില്ല. അങ്ങനെ പുറത്തേക്ക് പോകുമ്പോ ആ ഒരു സ്പിന്നറില്ലേ റാഹിയുടെ വീട്ടിൽ നിന്ന് ഹീറോ കണ്ടിട്ടായിരുന്ന അത് അങ്ങയുടെ കയ്യിൽ വെച്ചിട്ട് കറക്കിക്കൊണ്ടേ ഇരിക്കുന്നുണ്ട്. അപ്പോഴാണ് ആ ഒരു ഫാക്ടറിയിലെ വേസ്റ്റ് വെള്ളം പോകുന്ന ഒരു ചെറിയ ചാലുണ്ട്, അതിലേക്ക് അത് അറിഞ്ഞുകൊണ്ട് ഇട്ടിട്ട് അങ്ങനെ റാഹി വിളിച്ചിട്ട്, മോളെ റാഹി അതൊന്നും എനിക്ക് എടുത്തു തരുമോ? എന്നാൽ ആ ഒരു വെള്ളം കാണുമ്പോൾ തന്നെ അവൾക്ക് വല്ലാതെ അറപ്പ് തോന്നുന്നുണ്ട്. എന്നിട്ടും അത് എടുത്തു കൊടുക്കുമ്പോൾ പാണ്ഡ വരുന്നുണ്ട്, മോളൊരു കാര്യം ചെയ്യ്, അത് നീ എനിക്ക് തരണ്ട, നീ തന്നെ വെച്ചോ, ഈ കമ്പനിക്ക് വേണ്ടി നീ കുറെ കഷ്ടപ്പെട്ടതല്ലേ. അതായത് ആ കമ്പനിയിലെ വർക്കേഴ്സിന് മുമ്പിൽ വെച്ചിട്ട് റാഹി അപമാനിച്ചിട്ട് അങ്ങനെ അവിടെ നിന്ന് പോവാണ്. അന്ന് രാത്രി സാഡിയുടെ വീട്ടിലേക്ക് പോയിട്ട് ഡ്രിങ്ക്സും കഴിച്ച് പാട്ടും ഡാൻസിലും കഴിഞ്ഞ് അവനോട് പറയുന്നുണ്ട്, ആ ഒരു പണ്ടാരക്കാലം പാണ്ഡയിലെ എന്റെ മുതലാളി അവൻ എന്നെ കൊണ്ട് ഇന്ന് എന്താ ചെയ്യിച്ചെന്നറിയോ? ആ കോപ്പന് ഒരു പണി കൊടുത്താൽ മതിയാവും. അങ്ങനെ സാണ്ടിയും കൂട്ടിയിട്ട് അന്ന് രാത്രി തന്നെ പാണ്ഡയുടെ വീട്ടിലേക്ക് പോയിട്ട് ഒരു പെട്രോൾ ബോംബില്ലേ അത് എറിയാൻ നോക്കുകയാണ്. അപ്പൊ സാന്റി പറയുന്നുണ്ട്, പണ്ടാരക്കാലത്ത് എങ്ങാനും പോലീസ് പിടിച്ചാല് നിന്റെയും എന്റെ ലൈഫ് കോഞ്ഞാട്ടിയാവും. നിനക്ക് ദേഷ്യം തീർക്കണമെങ്കിൽ ഒരു കല്ലെങ്ങാനെടുത്തെറി. ആ ഒരു ദേഷ്യം തീർക്കാന് അവളൊരു കല്ലെടുത്ത് എറിഞ്ഞിട്ട് പാണ്ഡയുടെ വീട്ടിന്റെ ജനൽ ചില്ല് തകർത്ത് കളയുന്നുണ്ട്. അടുത്ത സീനില് ഓൾറെഡി രാജന്റെ മേലെ നമ്മുടെ ഹീറോന് സംശയമില്ലേ, അതുകൊണ്ട് അവനെ സ്റ്റേഷനിലേക്ക് വിളിച്ചിട്ട് അവനോട് ചോദിക്കുന്നുണ്ട്, ഇനി നീ ഓപ്പൺ ആയിട്ട് പറ, നിനക്കും റാഹിക്കും എന്താ കണക്ഷൻ ഉണ്ടായിരുന്നേ? എന്റെ സംശയം നിങ്ങൾ ലവേഴ്സ് ആയിരുന്നെന്നാണ്. അവളെ ഉപയോഗിച്ചിട്ടല്ലേ നീ നിന്റെ അളിയനെ കൊലപ്പെടുത്തിയേ? അപ്പൊ അവൻ ചോദിക്കുന്നുണ്ട്, അല്ല മേഡം നിങ്ങൾ ഇതെന്താ പറയുന്നേ? ഞാൻ എന്തിനാ എന്റെ അളിയനെ കൊന്നളിയുന്നേ? പിന്നെ ആ ഒരു പെൺകുട്ടി റാഹി, അവളോട് എനിക്ക് ഒരു ലവും ഉണ്ടായിരുന്നില്ല, എന്നാൽ ഒരു റിലേഷനും ഉണ്ടായിരുന്നില്ല എന്ന് പറയാൻ പറ്റില്ല. സത്യമായിട്ടും പറയാണ്, നിങ്ങൾ കരുതുന്ന പോലെ എന്റെ അളിയനെ ഞാനല്ല കൊലപ്പെടുത്തിയേ. അപ്പോഴാണ് അങ്ങോട്ടേക്ക് നമ്മുടെ ഹീറോന്റെ ഹെഡ് വരുന്നത്. അവർ ചോദിക്കുന്നുണ്ട്, അല്ല എന്താ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നേ? അപ്പൊ ഹീറോയിൻ പറയുന്നുണ്ട്, ഈ രാജില്ലേ ഇവൻ തന്നെയാണ് ഇവന്റെ അളിയൻ പാണ്ഡ്യയെ കൊലപ്പെടുത്തിയ. അതിന് ഇവൻ യൂസ് ചെയ്തത് ആ റാഹി എന്ന പെൺകുട്ടിയാ. എന്നാൽ ആ ഒരു പെൺകുട്ടി മിസ്സിംഗ് ആണ്. അവൾക്ക് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടോ എന്ന് പോലും സംശയമുണ്ട്. മേഡം ഒരു ഒറ്റ മണിക്കൂർ തന്നാൽ മതി, പാണ്ഡ്യയുടെ കൊലക്കേസ് ഞാൻ തെളിയിച്ചോളാം. അപ്പൊ ഹെഡ് പറയുന്നുണ്ട്, അതിന് മോളെ ഓൾറെഡി നിനക്ക് ഞാൻ ആവശ്യത്തിൽ കൂടുതൽ ടൈം തന്നു കഴിഞ്ഞു. ഇനി എത്ര ടൈം തന്നാലും നിനക്ക് എന്താ ചെയ്യാൻ പറ്റാന്ന് എനിക്കൊരു ഐഡിയ ഉണ്ട്. അതായത് വ്യക്തമായിട്ടുള്ള ഒരു എവിഡൻസ് നീ കളക്ട് ചെയ്തിട്ടില്ല, അതുപോലെ ഇൻവെസ്റ്റിഗേഷനും കറക്റ്റ് റൂട്ടിലല്ല പോകുന്നത്. അതുകൊണ്ട് നീ ഒരു കാര്യം ചെയ്തേക്ക്, ഈ ഒരു ഇൻവെസ്റ്റിഗേഷനിൽ നിന്ന് പതി അങ്ങ് മാറിക്കോ. ഞാന് വേറെ നല്ല ഓഫീസേഴ്സിനെ വെച്ചിട്ട് അന്വേഷിച്ച് കണ്ടുപിടിച്ചോളാം. കാരണം എന്റെ മേലെ ഹയർ അതോറിറ്റിയിൽ നിന്ന് നല്ല സ്ട്രെസ് ഉണ്ട്. അതുകൊണ്ട് തൽക്കാലം നീ ഒരു കാര്യം ചെയ്യ്, കൊറോണ ഡ്യൂട്ടി ചെയ്തോ, നല്ലൊരു ടീമിനെ ഞാൻ ഫോം ചെയ്തിട്ടുണ്ട്, അവരെ കേസ് നോക്കിക്കോളും. എന്നാൽ ഹീറോയിന് വല്ലാതെ വിഷമാവുന്നുണ്ട്. അവളുടെ കണ്ണുകൾ നിറഞ്ഞുകൊണ്ട് അവിടെ നമ്മൾ തിരിച്ചു പോവാണ്. അങ്ങനെ നൈറ്റ് നമ്മുടെ ഹീറോയിൻ കൊറോണ പെട്രോളിംഗ് നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ റാഹിയുടെ ഫ്രണ്ടില്ലേ സാൻഡി, അവനൊരു മെഡിക്കൽ ഷോപ്പിൽ നിന്നിട്ട് കുറെ നേരം എന്തോ സംസാരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതിനുശേഷം അവൻ എന്തോ വാങ്ങിയിട്ട് ഒളിപ്പിച്ചുകൊണ്ട് പോവാണ്. അത് കണ്ടപ്പോ സംശയം തോന്നിയിട്ട് അവനെ പിടിക്കാൻ പോകുമ്പോ അതിനുള്ളിലെ അവൻ അവിടുന്ന് രക്ഷപ്പെട്ട് ഓടിപ്പോവാണ്. അല്ല ഇവനിപ്പോ എന്തിന്റെ ഇങ്ങോട്ട് വന്നിട്ടുണ്ടാവുക? ആ ഒരു മെഡിക്കൽ ഷോപ്പിൽ ചോദിക്കുമ്പോൾ അയാളും തള്ളി വിടുന്നുണ്ട്, അവൻ കുറച്ച് മെഡിസിൻ വാങ്ങാൻ വന്നതാ. എന്നാൽ ഹീറോയിൻ കൂടുതലൊന്നും ചോദിക്കാതെ നമ്മുടെ റാഹി ഒരിക്കൽ മുടി കളർ ചെയ്തിരുന്നില്ലേ, അതുപോലെ ഹീറോയിൻ കളർ ചെയ്തിട്ട് നമ്മുടെ ഗൗതമിനെ വിളിപ്പിക്കുകയാണ്. എന്നിട്ട് അവന്റെ കയ്യിൽ നിന്ന് കുറച്ച് ഡ്രിങ്ക്സ് വാങ്ങി കഴിച്ചിട്ട് അവനോട് പറയുന്നുണ്ട്, നമുക്ക് ചെറിയ പരിപാടിയുണ്ട്. അങ്ങനെ അവനെ കൂട്ടിയിട്ട് നേരെ പോകുന്നത് ആ ഒരു പാണ്ഡയിലെ അങ്ങയുടെ വീട്ടിലേക്കാണ്. എന്നിട്ട് റാഹി ചെയ്ത പോലെ ഒരു കല്ലെടുത്തിട്ട് ആ ഒരു പാണ്ഡയുടെ വീടിന്റെ ജനലിൽ തകർത്ത് കളയുന്നുണ്ട്. ആ ഒരു കല്ലാണെങ്കിൽ നേരെ തെറിച്ച് അവിടെയുള്ള കാറിൽ വീണിട്ട് കാറിന്റെയൊക്കെ ആ ഒരു അലാമില്ലേ അത് അടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോ ഗൗതമിനെ കൂട്ടിയിട്ട് ഹീറോയിൻ അവിടെ നിന്ന് ഓടി തള്ളുന്നുണ്ട്. ഇതേപോലെ തന്നെയാണ് റാഹിക്ക് ദേഷ്യം വന്നപ്പോ സാൻഡി കൂട്ടിക്കൊണ്ടുപോയിട്ട് അവളും ചെയ്തതെന്നുള്ള വിഷ്വല് നമ്മൾ കാണുകയാണ്. അതായത് ഇപ്പോ ഹീറോയിൻ എന്തിനാ ഇങ്ങനെ പോയി ചെയ്തിട്ട് വന്നതെന്ന് വെച്ചാല് നമ്മുടെ റാഹി അവസാനമായിട്ട് കാണാതായത് അന്ന് രാത്രി പാണ്ഡ്യയുടെ വീട്ടിലേക്ക് ആ ഒരു കല്ല് എറിഞ്ഞിട്ട് പോയതിനു ശേഷമാണ്. അപ്പോ അവളുടെ മിസ്സിന്റെ പിന്നിലെ ആർക്കാണോ കൈയുള്ളത് അവൻ ഉറപ്പായിട്ടും അവസാനമായിട്ട് റാഹി എന്താണോ ചെയ്തിരുന്നത് അതുപോലെ കല്ലെടുത്ത് പാണ്ഡ്യയുടെ വീട്ടിലേക്ക് എറിഞ്ഞു കഴിഞ്ഞാല് അവൻ ചിലപ്പോ പുറത്തു വരാനുള്ള സാധ്യത ഉണ്ടെന്ന് ഹീറോയിൻ ഗസ് ചെയ്തതാണ്. എന്നിട്ട് അവിടെ നിന്ന് ഓടിപ്പോയിട്ട് ഒരു സ്ഥലത്ത് മറിഞ്ഞു നിൽക്കാണ്. അപ്പൊ ഗൗതം ചോദിക്കുന്നുണ്ട്, അല്ല നീ ഇതെന്താ ചെയ്തേ?
ഇതിനാ നീ എന്നെ കൂട്ടിയിട്ട് വന്നേ? ഒരു വാക്ക് കുറച്ചു നേരത്തെ പറയുന്നു ട്ടാ. അപ്പോഴാണ് ഗൗതമിനൊരു ഫോൺ കോൾ വരുന്നത്. നോക്കുമ്പോ ഇവരെത്തിരി നാളും തേടിക്കൊണ്ടിരുന്ന രാഹി എന്ന പെൺകുട്ടിയില്ലേ, അവളും കൊല്ലപ്പെട്ടിട്ടുണ്ട്. അവളുടെ ബോഡി കണ്ടെത്തിയിട്ടുണ്ട്. ആ ഒരു ബോഡിയിൽ നിന്ന് എവിഡൻസ് കളക്ട് ചെയ്യാൻ ഗൗതമിനോട് ക്രൈം സീനിലേക്ക് ചെല്ലാൻ പറയാണ്. അപ്പോ ഗൗതം ഹീറോയിനെ കൂട്ടിയിട്ട് രാഹിയുടെ ബോഡിയുള്ള ആ ഒരു ഏരിയയിലേക്ക് പോകുമ്പോ രാഹിയുടെ ബോഡി കണ്ടിട്ട് ഹീറോയിൻ ഷോക്കായി പോകുന്നുണ്ട്. അല്ല, ഇവൾക്ക് എന്തായിരിക്കും സംഭവിച്ചിട്ടുണ്ടാവുക? ആരായിരിക്കും അവളെ കൊലപ്പെടുത്തിയിട്ടുണ്ടാവുക? അപ്പോ ഗൗതം പറയുന്നുണ്ട്, മാഡം നിങ്ങളൊരു കാര്യം ചെയ്യ്, വീട്ടിലേക്ക് പോയിക്കോ, ഞാൻ എവിഡൻസ് കളക്ട് ചെയ്യട്ടെ, എന്റെ ഡ്യൂട്ടി നോക്കട്ടെ. അങ്ങനെ അടുത്ത ദിവസം നമ്മുടെ ഹീറോയിൻ അവളുടെ ഓഫീസിലേക്ക് വരുമ്പോ ഓൾറെഡി അവളുടെ ടേബിളിൽ ഒരു ലെറ്റർ ഉണ്ട്. നോക്കുമ്പോൾ അത് അവളുടെ സസ്പെൻഷൻ ലെറ്റർ ആണ്. അപ്പോൾ അവള് നേരെ ഹയർ ഓഫീസറോട് ചോദിക്കുന്നുണ്ട്, അല്ല മാഡം ഞാനെന്താ ചെയ്തേ? അപ്പോഴാണ് അവര് കഴിഞ്ഞ രാത്രി നമ്മുടെ ഹീറോയിൻ പാണ്ഡെയുടെ വീട്ടില് ആ ഒരു കല്ലെറിഞ്ഞിരുന്നില്ലേ, ആ ഒരു വീഡിയോ കാണിച്ചു കൊടുക്കുന്നത്. ഓൾറെഡി ഒരു മുത്തശ്ശിയുടെ വീഡിയോ വൈറലായിട്ടില്ലേ, ഇപ്പൊ അടുത്തത് എന്തായാലും കൊള്ളാം. അപ്പൊ ഹീറോയിൻ പറയുന്നുണ്ട്, മേഡം അത് ആ ഒരു കൊലയാളിയെ കണ്ടുപിടിക്കാനുള്ള ഒരു ചെറിയ വഴിയായിരുന്നു. അവസാനമായിട്ട് ഒരൊറ്റ ചാൻസ് എന്നാൽ മതി, ഉറപ്പായിട്ടും ഞാൻ ആ കൊലയാളെ കണ്ടുപിടിച്ചോളാം. എന്നാൽ ഹയർ ഓഫീസർ പറയുന്നുണ്ട്, എനിക്ക് കൂടുതലായിട്ടൊന്നും പറയാനില്ല, ഓൾറെഡി സസ്പെൻഷൻ ലെറ്റർ കിട്ടിയില്ലേ, മോള് തൽക്കാലം കുറച്ച് ദിവസം വീട്ടിലിരിക്കെ. അടുത്ത സീനിൽ നമ്മുടെ ഗൗതം ഫോൺ ചെയ്യാണ്. അപ്പൊ ഹീറോൻ അല്ല എന്താ വിളിച്ചെന്ന് ചോദിക്കുമ്പോ ഇപ്പോ അടുത്ത് കൊല്ലപ്പെട്ട രാഹിയിലെ അവളും പാണ്ഡെ കൊല്ലപ്പെട്ട പാണ്ഡെയുടെ ആ ഒരു ടണൽ ഫാക്ടറിയിലെ അതിന്റെ ഉള്ളിൽ വെച്ച് തന്നെയാണ് കൊല്ലപ്പെട്ടിട്ടുള്ളത്. അപ്പൊ ഹീറോൻ അല്ല അതെങ്ങനെ സ്ഥിരീകരിക്കാൻ പറ്റേ? അതായത് ആ ഒരു ഫാക്ടറിയിലെ ലെതറിന്റെ കോമ്പണന്റ് ഈ ഒരു പെൺകുട്ടിയുടെ ശരീരത്തിൽ നിന്നും കിട്ടിയിട്ടുണ്ട്. അപ്പൊ ഹീറോയിൻ വേറെ എന്തെങ്കിലും കിട്ടിയിട്ടുണ്ടോ? ഈ ഒരു പെൺകുട്ടിയുടെ പോക്കറ്റിൽ നിന്ന് ഒരു പൗച്ച് കിട്ടിയിട്ടുണ്ട്. അതിന്റെ ഉള്ളില് കൊറോണക്കുള്ള പ്രതിരോധ കുത്തിവെപ്പിന്റെ ആ ഒരു വാക്സിൻ ബോട്ടിൽ കിട്ടിയിട്ടുണ്ട്. എന്നാൽ ഒന്ന് ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ വെച്ചാല് ഈ ഒരു മരുന്നില്ലേ അത് ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ പോലും ഇല്ല. അങ്ങനെ പെട്ടെന്ന് ഒരാൾക്ക് ആക്സസ് ചെയ്യാൻ പറ്റാത്ത വളരെ റെയർ ആയിട്ടുള്ള ഒരു മരുന്നാണ്. ബ്ലാക്ക് മാർക്കറ്റില് ഈ ഒരു മരുന്നിന്റെ വില ലക്ഷങ്ങളോളം വരും. അത് മാത്രമല്ല ഇവളൊരു സാധാരണ പെൺകുട്ടിയല്ലേ, ഇത്രത്തോളം ലക്ഷം രൂപ വരുന്ന ഒരു മെഡിസിൻ ഇവളുടെ കയ്യിൽ എങ്ങനെ വന്നേ? അപ്പൊ ഹീറോൻ അല്ല ഗൗതമേ, അവൾക്ക് കൊറോണ ഉണ്ടായിരുന്നോ? ഇല്ല, ഇവൾക്ക് കൊറോണ ഉണ്ടായിട്ടില്ല, നെഗറ്റീവ് ആണ്. അപ്പൊ ഹീറോൻ അവൾക്ക് കൊറോണ ഇല്ലെങ്കിൽ പിന്നെ അവൾക്ക് എന്തിനാ കൊറോണയുടെ മരുന്ന്? എന്തോ എവിടെയോ ചെറിയ കണക്ഷൻ പ്രോബ്ലം ഉണ്ടല്ലോ. അപ്പോഴാണ് ഹീറോൻ ഓർക്കുന്നത് ഈ ഒരു രാഹിയുടെ ഫ്രണ്ട് സാന്റിയിലെ അവനൊരു 2 ദിവസം മുമ്പ് ഒരു മെഡിക്കൽ ഷോപ്പിൽ നിന്ന് എന്തോ വാങ്ങിയിട്ട് പോയിരുന്നില്ലേ. അപ്പൊ ആ ഒരു മെഡിക്കൽ ഷോപ്പിൽ നിന്ന് തന്നെ ഒന്ന് അന്വേഷണം സ്റ്റാർട്ട് ചെയ്ത് കളയാം. അങ്ങനെ നോർമൽ ഡ്രസ്സും ധരിച്ച് മാസ്കും വെച്ചിട്ട് ആ മെഡിക്കൽ ഷോപ്പിൽ പോയി പറയുന്നുണ്ട്, കൊറോണക്കുള്ള ആ ഒരു പ്രതിരോധ മരുന്നില്ലേ അത് വേണ്ടിയിരുന്നില്ല. എന്നാൽ അവൻ പറയുന്നുണ്ട്, അല്ല മാഡം നിങ്ങൾ വന്ന് ചോദിച്ചാല് ആ മരുന്ന് നമ്മൾ എവിടെ നിന്ന് തരാനാ? സാധാരണ ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ പോലും ഇല്ല, അതുപോലെ പ്രൈവറ്റ് ഹോസ്പിറ്റലും കിട്ടാനില്ല. അപ്പൊ ഹീറോയിൻ ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ കുറച്ചധികം അർജന്റ് ആണ്, നിങ്ങൾ എത്ര പൈസ പറഞ്ഞാലും ഞാൻ റെഡി ക്യാഷ് ആയിട്ട് തന്നേക്കാം. അത് കേട്ടപ്പോ അവൻ പറയുന്നുണ്ട്, അങ്ങനെയാണെങ്കിൽ നമുക്ക് മരുന്ന് ഒപ്പിക്കാവുന്നേ ഉള്ളൂ. ഒരു ബോട്ടിലാണ് വാങ്ങുന്നതെങ്കിൽ 1.5 ലക്ഷം രൂപയാവും. ഇനിയിപ്പോ 10 ഒന്നിച്ചെടുക്കുകയാണെങ്കിൽ 10 ലക്ഷത്തിന് കിട്ടും. ബോട്ടില് 1/2 ലക്ഷം ലാഭം കിട്ടും. അപ്പൊ ഹീറോയിൻ പറയുന്നുണ്ട്, അതൊക്കെ ഓക്കെയാണ്, എനിക്ക് വേഗം തന്നെ മരുന്ന് കിട്ടിയാൽ മതി. അപ്പോഴാണ് ആ ഒരു മെഡിക്കൽ ഷോപ്പുകാരൻ ആരോ വിളിക്കുന്നത്. നോക്കുമ്പോൾ അങ്ങോട്ട് വന്നിട്ടുള്ളത് സാന്റിയാണ്. സാന്റിയോട് പറയുന്നുണ്ട്, അവിടെ ഒരു സ്ത്രീ നിൽക്കുന്നില്ലേ, അവർക്ക് നീ മരുന്ന് കൊടുത്ത് അവരുടെ കയ്യിൽ റെഡി ക്യാഷ് ഉണ്ട്, പൈസയും വാങ്ങിട്ട് പോരെ. അവൻ ഹീറോയിന്റെ അടുത്തെത്തിയപ്പോ പെട്ടെന്ന് ഹീറോയിൻ അവളുടെ മാസ്ക് കഴിക്കുകയാണ്. എന്റെ അമ്മച്ചിയോ പോലീസാ, അവിടെ നിന്ന് അവൻ ഓടി തള്ളുന്നുണ്ട്. അപ്പൊ ഹീറോയിൻ പറയുന്നുണ്ട്, പൊന്നു മോനെ ഓടി രക്ഷപ്പെടാൻ നോക്കണ്ട, നിന്റെ ലൈഫ് ഇപ്പൊ ഡേഞ്ചറില്ല. നിന്റെ ഫ്രണ്ട് ഉണ്ടായിരുന്നില്ലേ രാഹി, അവള് കൊല്ലപ്പെട്ടിട്ടുണ്ട്. അടുത്തതായിട്ട് അവരുടെ ലക്ഷ്യം അത് നീയായിരിക്കും. അപ്പൊ അവനാണെങ്കിൽ ആ റോട്ടിലിരുന്ന് കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നിനക്ക് എന്തെങ്കിലും സത്യങ്ങൾ അറിയാണെങ്കിൽ അത് പറ. അപ്പോഴാണ് ചില ഫ്ലാഷ് ബാക്ക് നമ്മൾ കാണുന്നത്. അതായത് നമ്മുടെ രാഹിയുടെ എയിം എന്തായിരുന്നു? ഒരു ആൽബം സോങ് ക്രിയേറ്റ് ചെയ്യണമെന്നായിരുന്നില്ലേ. അതിനായിട്ട് രാഹിയും സാന്റിയും കുറെ നാള് വല്ലാതെ കഷ്ടപ്പെട്ടുണ്ട്. എന്നാൽ അതിന് നല്ല പൈസ ആവശ്യമാണ്, അവരുടെ കയ്യിൽ പൈസ വേണ്ടേ. അപ്പോഴാണ് നമ്മുടെ രാജല്ലേ അവനെ കറക്കിയിട്ട് അവനെ കൊണ്ട് പൈസ ഒപ്പിക്കാന്ന് രാഹി കരുതിയെ. എന്നാൽ അത് നമ്മുടെ പാണ്ഡെ കയ്യോടെ പൊക്കിയില്ലേ. അപ്പോ രാഹി ഒരു കാര്യം തീരുമാനിച്ചാണ്, കുറച്ച് പൈസ തടയുന്ന എന്തെങ്കിലും ഒന്ന് ആ ഒരു ഫാക്ടറിയിൽ നിന്ന് അടിച്ചു മാറ്റാനേ. അങ്ങനെ ആ കമ്പനിയിലേക്ക് പോയപ്പോഴാണ് ഏതോ ഒരു 4-5 ആൾക്കാരെ എന്തൊക്കെയോ രഹസ്യമായി കൊണ്ടുവന്നിട്ട് ആ ഫാക്ടറിയിൽ ഒളിപ്പിച്ച് വെച്ചിട്ട് പോകുന്നത്. അതെന്താണെന്ന് അവള് ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ അത് ഈ കൊറോണക്കുള്ള പ്രതിരോധ മരുന്നാണ്. അതായത് ഗവൺമെന്റ് ഇഷ്യൂ ചെയ്ത ആ ഒരു മരുന്ന് ആരും കാണാതെ ബ്ലാക്ക് മാർക്കറ്റിൽ വിൽക്കാൻ വേണ്ടിയിട്ട് രഹസ്യമായിട്ട് കൊണ്ടുവന്ന് വെച്ചാണെന്ന് അവൾക്ക് മനസ്സിലായപ്പോ അതിൽ നിന്ന് ഒരു പാക്കറ്റ് മാത്രം അവൾ എടുത്തു കൊണ്ടുപോവാണ്. കാരണം കൊറോണ പീക്കിൽ നിൽക്കുമ്പോൾ എന്തായാലും ഡിമാൻഡ് ഉണ്ടാവില്ലേ. അപ്പോൾ സാന്റിയോട് ഇത് വെച്ച് നീ പൈസ ഒപ്പിക്കാൻ പറ്റുമോ നോക്കുമെന്ന് പറയുമ്പോൾ അവനും പറയുന്നുണ്ട്, ഞാൻ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അങ്ങനെ അവന് പരിചയമുള്ള കുറച്ച് ഡീലേഴ്സുമായിട്ട് അവൻ സംസാരിക്കുമ്പോഴാണ് ആ ഒരു പ്രതിരോധ മരുന്ന് ഇപ്പോൾ മാർക്കറ്റിൽ തന്നെ കിട്ടാനില്ലെന്നും അതിന് നല്ല ഡിമാൻഡ് ഉണ്ടെന്നും അവർക്ക് മനസ്സിലാവുന്നത്. അങ്ങനെ പതിയെ പതിയെ ആ ഒരു മരുന്ന് ആരും അറിയാതെ അടിച്ചു മാറ്റി അവർ വിൽക്കാൻ തുടങ്ങിയതാണ്. അങ്ങനെ അവർ ആഗ്രഹിച്ച പോലെ പൈസ സെറ്റായപ്പോൾ രാഹിയുടെ ലക്ഷ്യം പോലെ തന്നെ ആ ഒരു ആൽബം സോങ്ങും അവൾ റിലീസ് ചെയ്യാണ്. ആ ഒരു സോങ് നല്ല രീതിയിൽ തന്നെ ഹിറ്റ് ആവും ചെയ്യുന്നുണ്ട്. അങ്ങനെ അവസാനം രാഹിയും സാന്റിയും കൂടി ഒരു പ്ലാൻ ചെയ്യാണ്. ഇനിയിപ്പോ അവസാനമായിട്ട് നമുക്ക് ഒരു പ്രാവശ്യം കൂടി കുറച്ചധികം മരുന്ന് അടിച്ചു മാറ്റാം. അങ്ങനെ ആ മരുന്ന് സെയിൽ ചെയ്ത് കഴിഞ്ഞാൽ റെഡി ക്യാഷ് കയ്യിൽ വരും. അതുകൊണ്ട് നമുക്ക് എവിടെയെങ്കിലും പോയിട്ട് സമാധാനത്തില് നമ്മുടെ ലൈഫ് ലീഡ് ചെയ്യാം, സെറ്റിൽ ആവാം. അങ്ങനെ ഒരു ദിവസം രാത്രി 2 ആളുകൾ കൂടി ആ ഫാക്ടറിയിലേക്ക് പോവാണ്. രാഹി ആണെങ്കിൽ ഫാക്ടറിയുടെ ഉള്ളിലേക്ക്
പോകുന്നുണ്ട്. സാൻഡി ഇനിയിപ്പോൾ ആരെങ്കിലും വന്നാലേ ഇൻഫർമേഷൻ കൊടുക്കാന് പുറത്ത് കാത്തു നിൽക്കും ചെയ്യാണ്. അങ്ങനെ ഉള്ളിലേക്ക് പോയിട്ട് മരുന്ന് അടിച്ചു മാറ്റി നോക്കുമ്പോൾ അതിനുള്ളിലെ അവര് പ്രതീക്ഷിക്കാതെ അവളുടെ ബോസ് പാണ്ഡെ അങ്ങോട്ട് വരികയാണ്. മുതലാളി വന്ന കാര്യം നമ്മുടെ രാഹിയോട് വിളിച്ച് പറയാന് സാൻഡി ഫോൺ ചെയ്ത് നോക്കുന്നുണ്ട്. എന്നാൽ അവള് ഫോൺ പിക്ക് ചെയ്യുന്നില്ല. അങ്ങനെ ഉള്ളിലേക്ക് വന്ന പാണ്ഡെയുടെ മുമ്പില് രാഹി പെട്ടുപോയിട്ടുണ്ട്. ആഹാ പൊന്നുമോളെ, നീയായിരുന്ന ഈ അടിച്ചുമാറ്റലിന്റെ പിന്നിലെ? കുറച്ച് നാളായിട്ട് നല്ല സംശയം ഉണ്ടായതുകൊണ്ട് ഞാൻ CCTV ക്യാമറ ചെക്ക് ചെയ്തപ്പോ നിന്റെ എല്ലാ കളത്തിലും ഞാൻ കണ്ടുപിടിച്ചതാ. അപ്പോഴാണ് നീ ഫാക്ടറിയിലേക്ക് വരുന്ന ഞാൻ കണ്ടേ. അപ്പൊ നിന്നെ ഇന്ന് കൈയോടെ പൊക്കാനാ ഞാൻ പിന്നാലെ വന്നേ. അങ്ങനെ ദേഷ്യത്തില് പാണ്ഡെ അവളെടുത്ത് പഞ്ഞിക്കിടുമ്പോ അവള് ദേഷ്യത്തില് പാണ്ഡെയുടെ ബോണ്ട് കുറിച്ച് ചോട്ട് കൊടുക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ പാവം കിളി പറന്ന് അവിടെ ഇരുന്ന് പോവാണ്. ഇനിയും ഇയാളെ വെറുതെ വിട്ടുകഴിഞ്ഞാല് ഇയാളുടെ സ്വാധീനം ഉപയോഗിച്ചിട്ട് ഉറപ്പായിട്ടും മുട്ടം പണി കിട്ടും. അതുകൊണ്ട് അയാളെ കൊലപ്പെടുത്താനായിട്ട് ആ ഒരു ലൈറ്റ് വെച്ചിട്ട് അയാളുടെ തലക്ക് കുറെ പ്രാവശ്യം ശക്തമായിട്ട് അടിച്ച് അയാൾ മരണപ്പെട്ടെന്ന് ഉറപ്പായപ്പോ അവിടുന്ന് രാഹി രക്ഷപ്പെട്ടു പോയതാണ്. സാൻഡി പറയുന്നുണ്ട്, എന്നാൽ അവള് എങ്ങോട്ടാ ഓടിപ്പോയെന്ന് എനിക്ക് മനസ്സിലായില്ല. അതിനുശേഷമാണ് അവളെ കാണാതായത്. അപ്പൊ ഹീറോ പറയുന്നുണ്ട്, അങ്ങനെയാണെങ്കിൽ നമുക്ക് ആ ഫാക്ടറിയിലേക്കൊന്ന് പോകണല്ലോ. അങ്ങനെ അവനെയും കൂട്ടിയിട്ട് ഫാക്ടറിയിൽ പോയിട്ട്, അല്ല മോനെ എവിടെയാടാ ആ മരുന്നൊക്കെ വെക്കാറ്? അവൻ പറയുന്നുണ്ട്, അതെനിക്ക് അറിയില്ല മേഡം, ഞാന് പുറത്താണ് കാത്തുക്കാറ്, അവളാണ് ഉള്ളിൽ പോയിട്ട് മരുന്നെടുത്തിട്ട് വരിക. അങ്ങനെ ഫാക്ടറിയിലേക്ക് അവനെയും കൂട്ടിക്കൊണ്ടുപോയിട്ട് ആ ഒരു മരുന്ന് തേടി നോക്കാണ്. എന്നിട്ട് ഗൗതമിന് ഫോൺ ചെയ്യുന്നുണ്ട്. അതായത് ഓൾറെഡി അവനോട് ആ ഒരു ഫാക്ടറിയിലേക്ക് വരാൻ വിളിച്ചു പറഞ്ഞിരുന്നു. എന്നാൽ ഇപ്പൊ വിളിച്ചു നോക്കുമ്പോൾ അവന്റെ ഫോൺ സ്വിച്ച് ഓഫ് ആണ്. അടിപൊളി, ഈ ഒരു സമയത്ത് അവൻ ഇത് എവിടെയാ പോയെ? എന്നിട്ട് ആ ഒരു ഫാക്ടറി മുഴുവനായിട്ട് തേടി നോക്കുമ്പോൾ ഒരു സ്ഥലത്തായിട്ട് ആ മരുന്ന് ഒളിപ്പിച്ചു വെച്ചത് അവര് കണ്ടെത്താണ്. അങ്ങനെ സാൻഡിയും കൂട്ടിയിട്ട് അവന്റെ ഹെൽപ്പോടെ ഒരു ബോക്സിൽ ആ ഒരു മരുന്ന് അടുക്കി വെക്കുമ്പോൾ ആരൊരാൾ വന്നിട്ട് അവരെ രണ്ടുപേരെയും അടിച്ച് ബോധം കെടുത്താണ്. അടുത്ത സീനിൽ നമ്മൾ കാണുന്നത് 3 ആളുകളും ബോധം കെട്ട് കിടക്കുന്നതാണ്. അതായത് നമ്മുടെ ഗൗതമില്ലേ, അവൻ ഓൾറെഡി വന്നിട്ടുണ്ടായിരുന്നു. അവന് നേരത്തെ ബോധം കെടുത്തിട്ടുണ്ട്. അല്ല, ഇവരെ 3 പേരെയും ബോധം കെടുത്തത് ആരാ നോക്കുമ്പോ അത് വേറെ ആരുമല്ല, കഥയുടെ ആരംഭത്തിലെ പാണ്ഡെയുടെ ബോഡി ഡിസ്പോസ് ചെയ്ത ആ ഒരു കൊലയാളിയിലെ അവൻ തന്നെയാണ്. അപ്പോഴാണ് പെട്ടെന്ന് നമ്മുടെ ഹീറോന് ബോധം വരുന്നത്. ഉടനെ തന്നെ ഗൗതമിന്റെ പോക്കറ്റിലെ അവൻ എപ്പോഴും ആ ഒരു മദ്യം കൊണ്ടെടുക്കാറില്ലേ, അതും എടുത്തിട്ട് എല്ലാ മരുന്നിൽ വെച്ച് പറയുന്നുണ്ട്, പൊന്നുമോനെ കൂടുതൽ കളിച്ചാല് ഞാനിത് കത്തിച്ചാളയും. അപ്പോ കൊലയാളി ചോദിക്കുന്നുണ്ട്, അല്ല കിളിപോളെ, നീ ഇതെന്താ ചെയ്യുന്നേ? അതെന്തിനാ കത്തിക്കുന്നേ? നിനക്ക് ഇപ്പൊ എന്താ വേണ്ടേ? അപ്പൊ ഹീറോൻ, സത്യം പറ, ഈ ഒരു മരുന്നൊക്കെ ആരതാ? നീ ആർക്ക് വേണ്ടിയിട്ടാ ജോലി ചെയ്യുന്നേ? ഈ ഒരു കമ്പനിയുടെ ഓണർ പാണ്ഡെയില്ലേ, അങ്ങനെ ആരെ കൊലപ്പെടുത്തിയേ? ആ ഒരു രാഹി എന്ന പെൺകുട്ടിയെ അവളെയും ആരാ കൊലപ്പെടുത്തിയേ? അപ്പൊ അവൻ പറയുന്നുണ്ട്, ഈ മരുന്നൊക്കെ നമ്മുടെ മിനിസ്റ്റർ അല്ലേ നാനാഭായ്, അങ്ങേർക്ക് സ്വന്തമാണ്, അങ്ങേരുടെ കീഴിലാണ് ഞാൻ ജോലി ചെയ്യുന്നത്. അങ്ങേര് പറഞ്ഞിട്ടാണ് ആ ഒരു പാണ്ഡെയും അതുപോലെ രാഹിയെയും ഞാൻ കൊലപ്പെടുത്തിയേ. അല്ല, പാണ്ഡെ നാനാഭായെ ഹെൽപ്പല്ലേ ചെയ്തിട്ടുള്ളൂ, പിന്നെ അങ്ങേര് എന്തിനാ കൊലപ്പെടുത്തിയേ? അതായത് ഗവൺമെന്റ് ഇഷ്യൂ ചെയ്ത ഈ ഒരു മരുന്നൊക്കെ നാനാഭായ് പറഞ്ഞിട്ടാണ് പാണ്ഡെയുടെ ഫാക്ടറിയിൽ രഹസ്യമായിട്ട് സ്റ്റോർ ചെയ്ത് വെച്ചത്. അന്ന് പാണ്ഡെയോട് പറഞ്ഞത്, ഈ ഒരു മരുന്നൊക്കെ സെയിൽ ചെയ്ത് കഴിഞ്ഞാല് നിനക്ക് മാന്യമായിട്ടുള്ള ഒരു പെർസെന്റേജ് ഞാൻ തരാന്നാണ്. എന്നാൽ പാണ്ഡെ എന്താ ചെയ്തെന്നറിയോ? നാനാഭായ് പോലും അറിയാതെ ഈ ഒരു മരുന്നൊക്കെ വേറൊരു സ്ഥലത്ത് രഹസ്യമായിട്ട് സെയിൽ ചെയ്യായിരുന്നു. എന്നാൽ നാനാഭായ്ക്ക് സംശയം വന്നപ്പോ അദ്ദേഹം എന്നെ വിട്ട് ചെക്ക് ചെയ്യിച്ചതാണ്. അങ്ങനെ ചെക്ക് ചെയ്യാൻ ഈ ഫാക്ടറിയിലേക്ക് വന്നപ്പോഴാണ് ഞാൻ കാണുന്നത് ആ ഒരു രാഹി എന്ന പെൺകുട്ടിയില്ലേ, അവൾ ആ ലൈറ്റ് വെച്ചിട്ട് പാണ്ഡെയുടെ തലക്കടിച്ചിട്ട് അവളോട് ഓടിപ്പോകുന്നത്. എന്നാൽ ഞാൻ കരുതി അവള് പുറത്തേക്ക് ഓടിപ്പോന്ന്. എന്നാൽ ഓടിപ്പോവാതെ അവൾ ആ ഫാക്ടറിയിൽ തന്നെ ഒളിച്ചിരുന്നു. അപ്പോഴാണ് ഞാൻ ഉള്ളിലേക്ക് പോയത്. ആ ഒരു അടി കിട്ടിയിട്ടും പാണ്ഡേക്ക് ഒന്നും സംഭവിച്ചിരുന്നില്ല. അങ്ങനെയോട് ഞാൻ ചോദിച്ചു, അല്ല പാണ്ഡെ, നാനാഭായ് ഏൽപ്പിച്ച ആ മരുന്നൊക്കെ താൻ എവിടെ വെച്ചിട്ടുള്ള? എനിക്ക് ഒന്ന് ചെക്ക് ചെയ്യണല്ല. എന്നാൽ എത്ര ചോദിച്ചിട്ടും അങ്ങേര് അത് കാണിച്ചു തരില്ലാന്ന് മസിൽ പിടിച്ചപ്പോ എനിക്ക് വല്ലാതെ പ്രഷർ കയറി. അപ്പൊ അങ്ങേരെ കൊണ്ട് അത് പറയിപ്പിക്കാനാ ആ ഒരു ഫാക്ടറിയിൽ തന്നെ വെള്ളത്തില് അങ്ങേരെ ഞാൻ മുക്കി പിടിച്ചത്. എന്നാൽ അങ്ങേര് മരിച്ചു പോയിരുന്നു. അതായത് അതേ വെള്ളത്തിലാണ് ആ ഫാക്ടറിയിലെ മൃഗങ്ങളുടെ തോല് കഴിയിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് പാണ്ഡെയുടെ ശരീരത്തിൽ നിന്ന് നമ്മുടെ ഗൗതം മൃഗങ്ങളുടെ തോല് കണ്ടെത്തിയിരുന്നത്. അപ്പൊ ഹീറോൻ, അല്ല രാഹിയെ അവളെ താനെന്തിനെ കൊലപ്പെടുത്തിയേ? അവളെയും വെറുതെ വിടാൻ പറ്റില്ല. കാരണം അവളും നമ്മുടെ മെഡിസിൻ കൊണ്ടുപോയിട്ട് രഹസ്യമായിട്ട് വിറ്റ കാര്യം ഓൾറെഡി നമുക്ക് മനസ്സിലായിട്ടുണ്ട്. അത് മാത്രമല്ല, ഞാൻ പാണ്ഡ്യയെ കൊലപ്പെടുത്തുന്നത് അവള് കാണുകയും ചെയ്തില്ലേ, അതുകൊണ്ടാണ് അവളെയും എനിക്ക് കൊല്ലേണ്ടി വന്നത്. നീ ചോദിച്ച ചോദ്യം സംശയമൊക്കെ തീർത്തില്ലേ? ഇനി ആ മരുന്ന് കത്തിക്കല്ലേ? എന്നാൽ അപ്പോഴാണ് ആ ഒരു ലൈറ്റർ പിടിച്ചിട്ട് ഹീറോന്റെ കൈ ചൂടായിട്ട് അറിയാതെ അത് താഴെ വീണു പോകുന്നത്. അങ്ങനെ ആ മരുന്ന് മുഴുവനായിട്ട് കത്തി പിടിക്കാണ്. പണ്ടാര കാലത്തി നീ എന്തായി ചെയ്തു വെച്ചത്? അങ്ങനെ ആ ഒരു തീ അണയ്ക്കാൻ നോക്കാണ്. അങ്ങനെ കുറെ ശ്രമിച്ചിട്ട് അവസാനം തീ അണച്ചു നോക്കുമ്പോ ആകെ 2 ബോക്സ് മാത്രമേ മരുന്ന് ബാക്കിയുള്ളൂ. കുരുപ്പുകളെ, നിങ്ങൾ ഒന്നിനെയും ഞാൻ ജീവനോട് വിടാൻ പോകുന്നില്ല. അങ്ങനെ അവൻ കണ്ണെടുത്ത് അവരെ കൊല്ലാൻ നോക്കുമ്പോൾ നമ്മുടെ സാൻഡിയിലെ അവൻ പിന്നാലെ വന്നിട്ട് അവന്റെ തലമണ്ട കിട്ടൊരു കുട്ടു കൊടുക്കാണ്. എന്നാൽ അതിൽ ഗൺ ഫയർ ആയിട്ട് നമ്മുടെ ഗൗതമിന്റെ കാലില് ബുള്ളറ്റ് ഇറങ്ങാണ്. അപ്പൊ ഹീറോൻ, നീ ഒന്നുകൊണ്ട് പേടിക്കണ്ട. അങ്ങനെ അവനൊരു സ്ട്രെച്ചറിൽ വെച്ചിട്ട് അതുപോലെ ആ ഒരു കൊറോണയുടെ മരുന്നില്ലേ, ആ ഒരു മരുന്ന് എടുത്തൊരു വണ്ടിയിലിട്ടിട്ട് നേരെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോവാണ്. അങ്ങനെ ആദ്യം ഗൗതമിന് ട്രീറ്റ്മെന്റ് ചെയ്യാനായിട്ട് ഉള്ളിലേക്ക് കൊണ്ടുപോയിട്ട് അവൻ അഡ്മിറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോഴാണ് ഹീറോ കാണുന്നത് കൊറോണ വല്ലാതെ വേഴ്സായിട്ട് ആ ഒരു ഹോസ്പിറ്റലിൽ ഓരോ ആളുകളും മരണപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. കാരണം അവർക്കാർക്കും ആ ഒരു മരുന്ന്
പെട്ടെന്ന് അഫോർഡ് ചെയ്യാൻ പറ്റുന്നില്ലല്ലോ. അവരെല്ലാവരും സാധാരണക്കാരല്ലേ. 1.5 ലക്ഷം കൊടുത്തിട്ട് ഒരു മരുന്ന് വാങ്ങാൻ സാധാരണക്കാർക്ക് പറ്റുമോ? ആ ഒരു കാഴ്ച കണ്ടപ്പോ ഹീറോയിൻ ഒരു കാര്യം തീരുമാനിച്ചിട്ടുണ്ട്. നേരെ വണ്ടിയിലേക്ക് പോയിട്ട് ആ ഒരു പ്രതിരോധ മരുന്നില്ലേ അത് മുഴുവനായിട്ട് എല്ലാ ജനങ്ങൾക്കും ഫ്രീ ആയിട്ട് അവള് കൊടുക്കുകയാണ്. അങ്ങനെ ഓൾറെഡി സോഷ്യൽ മീഡിയയിൽ നല്ല ബാഡ് ഇമേജ് ഉള്ള ഹീറോയിന് മീഡിയ തന്നെ നല്ല ഇമേജ് കൊടുക്കുകയാണ്. അവര് ചോദിക്കുന്നുണ്ട്, അല്ല മാഡം ഈ ഒരു മെഡിസിന് അങ്ങനെ ആർക്കും അഫോർഡ് ചെയ്യാൻ പറ്റില്ലല്ലോ, ഇതെങ്ങനെയാ നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റുന്നേ? അപ്പോ ഹീറോയിൻ ഒന്ന് ചിന്തിച്ചു നോക്കിയിട്ട് പറയുന്നുണ്ട്, നമ്മുടെ മിനിസ്റ്റർ ഇല്ലേ നാനാഭായ്, അദ്ദേഹമാണ് ഈ ഒരു മരുന്ന് ജനങ്ങൾക്ക് കൊടുക്കാൻ പറഞ്ഞത്. ആ ഒരു ന്യൂസ് നാനാഭായ് കണ്ടിട്ട്, അല്ല ഇതെന്ത് മറിയായോ, ഇതെപ്പോഴാ ഞാൻ കൊടുക്കാൻ പറഞ്ഞേ? അപ്പോ എല്ലാ പ്ലാനും കഴിഞ്ഞു പോയാ. അടുത്ത സീനില് ഹീറോയിനും അച്ഛനും ഗൗതമും കൂടി വീട്ടിലിരുന്ന് ന്യൂസ് കണ്ടുകൊണ്ടിരിക്കുകയാണ്. ആ ഒരു ന്യൂസില് നമ്മുടെ നാനാഭായ് ഇല്ലേ അങ്ങേർക്ക് മന്ത്രി പദവിയും അതുപോലെ MP പോസ്റ്റും കിട്ടുകയാണ്. എന്തായാലും നാനാഭായ് ആഗ്രഹിച്ചതിലും കൂടുതൽ ലാഭം കിട്ടിയില്ലേ. അങ്ങനെ സസ്പെൻഷ്യൽ ആയിട്ടുള്ള നമ്മുടെ ഹീറോയിന്റെ ജോലി അവൾക്ക് തിരിച്ചു കിട്ടാണ്. അങ്ങനെ അവള് ജോലിക്ക് ഇറങ്ങാൻ നിൽക്കുമ്പോ ആരോ ഒരാള് ഹീറോയിന്റെ വീട്ടിലെ ആ ഒരു പെട്രോൾ ബോംബ് എറിഞ്ഞിട്ട് പോകുന്നുണ്ട്. അല്ല ഇതിപ്പോ ആരാ നോക്കുമ്പോ അത് വേറെ ആരുമല്ല, നമ്മുടെ സാൻഡിയില്ലേ അവൻ തന്നെയാണ്. അതായത് സൊസൈറ്റിയില് ഹീറോയിന് നല്ലൊരു ഇമേജും കിട്ടി, നഷ്ടപ്പെട്ട ജോലിയും തിരിച്ചു കിട്ടി. എന്നാൽ സാൻഡി പ്ലാൻ ചെയ്ത് എന്താ, ആ ഒരു മരുന്ന് വിൽക്കാൻ പറ്റും, കുറച്ച് പൈസ കയ്യിൽ കിട്ടും, ലൈഫ് സെറ്റിൽ ആവും. എന്നാൽ ഒന്നും നടന്നില്ലല്ലോ. അതിന്റെ ദേഷ്യം തീർക്കാനാണ് ഹീറോയിന്റെ വീട്ടിലേക്ക് ആ ഒരു പെട്രോൾ ബോംബ് എറിഞ്ഞിട്ട് അവൻ പോയത്. ഇതോടുകൂടി ഈ ഒരു കഥ ഇവിടെ അവസാനിക്കുകയാണ്. അതായത് ഈ ഒരു മൂവി പറഞ്ഞത് യഥാർത്ഥത്തിൽ കൊറോണ സമയത്ത് നമ്മുടെ ഇന്ത്യയിൽ ഫേസ് ചെയ്തിട്ടുണ്ടായിരുന്ന റിയൽ സിറ്റുവേഷൻസ് തന്നെയാണ്. അപ്പോ എങ്ങനെയുണ്ടായിരുന്ന കഥ? നിങ്ങൾ പ്രതീക്ഷിച്ച പോലെ ആവശ്യത്തിന് ട്വിസ്റ്റും അത്യാവശ്യം നല്ലൊരു കഥയായിരുന്നില്ലേ? അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാല് മറക്കാതെ ഒന്ന് ലൈക്ക് ചെയ്യില്ലേ. അതുപോലെ ഈ ഒരു വീഡിയോ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്യുക. ട്വിസ്റ്റ് മലയാളി എന്ന നമ്മുടെ ചാനൽ ഒന്ന് പരിചയപ്പെടുത്തുക. അപ്പോൾ മറ്റൊരു അടിപൊളി കഥയിലെ നമുക്ക് നാളെ കണ്ടുമുട്ടാം. അതുവരേക്കും ടാറ്റ ബൈ ബൈ.